السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه وسلم تسليما كثيرا. أما بعد، اللهم علمنا ما ينفعنا وانفعنا بما علمتنا، رب زدنا علما. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته فلا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. സ്നേഹധനരായ സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കഴിവിന്റെ പരമാവധി സൂക്ഷിച്ച് ജീവിക്കണമെന്നുണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അൽ ഈമാനു ബിമാ ബഅദൽ മൗത്ത്, മരണത്തിന് ശേഷമുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഉള്ള വിശ്വാസ കാര്യങ്ങൾ എന്ന വിഷയത്തിൽ ഇനി നമുക്ക് പഠിക്കാനുള്ളത് അന്നഫ്ഖു ഫിസ്സൂർ, സൂർ എന്ന കാഹളത്തിലുള്ള ഊത്തുമായി ബന്ധപ്പെട്ട വിഷയമാണ്. സൂർ എന്ന് പറയുമ്പോൾ ഭാഷയിൽ ഊതാൻ ഉപയോഗിക്കുന്ന കാഹളത്തിന് പറയുന്ന പേരാണ്. മഹാനായ ഇമാം മുജാഹിദ് റഹിമഹുല്ലാ പ്രസ്തുത വിഷയത്തിൽ പറയുന്നത് കാണാം, അസ്സൂറു കഹൈഅത്തിൽ ബൂഖ്. ബൂഖ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കാഹളം. അപ്പോ അത് കാഹളത്തിന്റെ രൂപത്തിലാണ് അതുള്ളത് എന്നതാണ്. ഇവിടെ സൂറ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സൂറിലുള്ള ഊത്തി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനയ്ക്ക് ശേഷം, അതല്ലെങ്കിൽ കൽപ്പനയെ തുടർന്ന് സാഹിബുൽ ഖർൻ എന്ന പേരിൽ അറിയപ്പെട്ട ഇസ്രാഫീൽ അലൈഹിസ്സലാം, അദ്ദേഹം സൂർ എന്ന് പറയുന്ന ആ പ്രത്യേക കാഹളത്തിൽ ഓതുന്നതുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ആ ഊത്ത് സ്വാഭാവികമാണ്. അതൊരു അട്ടഹാസമായി കൊണ്ടോ ശബ്ദമായി കൊണ്ടോ മനുഷ്യന് താങ്ങാൻ കഴിയാത്ത രൂപത്തിലുള്ള വലിയ ഘോര ശബ്ദമായി കൊണ്ടൊക്കെയാണ് മനുഷ്യന് ബോധ്യപ്പെടുക. സൂറത്തു യാസീനിൽ അല്ലാഹു പറഞ്ഞല്ലോ, യാസീനിലെ 53-ാമത്തെ വചനം, ഇൻ കാനത് ഇല്ലാ സ്വൈഹതൻ വാഹിദ, അതൊരു അട്ടഹാസമല്ലാതെ മറ്റൊന്നുമായിരിക്കുകയില്ല, അഥവാ അതൊരു അട്ടഹാസമായിരിക്കും. ഫഇദാഹും ജമീഉൻ ലദൈനാ മുഹ്ളറൂൻ, ആ സമയത്ത് അവരെല്ലാവരും നമ്മുടെ അടുക്കൽ ഒരുമിച്ച് കൂട്ടപ്പെടുന്നവരായിരിക്കും. ഇവിടെയാണ് ഇമാം ബഗവി റഹിമഹുല്ലാ ഈ ആയത്തിനെ വിശദീകരിച്ചെടുത്ത് പറഞ്ഞത് കാണാം, യഅനി അന്നഫ്ഖത്തുൽ ആഖിറ, ആഖിറത്തിൽ വെച്ചുണ്ടാകുന്ന അവസാനത്തെ ആ ഊത്തിനെയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതേ സംഭവത്തെയാണ് വിശുദ്ധ ഖുർആനിലെ സൂറത്ത് സാഫാത്തിൽ അല്ലാഹു പറഞ്ഞത്, ഫഇന്നമാ ഹിയ സജ്റത്തുൻ വാഹിദ ഫഇദാ ഹും യൻദുറൂൻ. അവിടെ സജ്റത്ത് എന്ന പദപ്രയോഗം ഈ പറഞ്ഞ കാഹളത്തിൽ ഊതുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രയോഗിച്ച പ്രയോഗമാണ്.
മഹാനായ ഇമാം തബരി റഹിമഹുല്ല അത് അദ്ദേഹത്തിന്റെ തഫ്സീറിൽ വിശദീകരിക്കുന്നത് കാണാൻ സാധിക്കും. അതുപോലെ വിശുദ്ധ ഖുർആനിൽ ഉപയോഗിച്ചിട്ടുള്ള മറ്റൊരു പദപ്രയോഗമാണ് നാഖൂർ. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് മുദ്ദസ്സിറിലാണ് അല്ലാഹു ആ പദപ്രയോഗം പ്രയോഗിച്ചിട്ടുള്ളത്. ഫഇദാ നുഖിറ ഫിന്നാഖൂർ, അഥവാ സൂർ എന്ന ആ കാലഘട്ടത്തിൽ ആ കാഹളത്തിൽ ഊതപ്പെട്ട് കഴിഞ്ഞാൽ എന്നാണ്. മഹാനായ ഇമാം ഇക്രിമ റഹിമഹുല്ലാ പറഞ്ഞത് അപ്രകാരമാണ്. ഇദാ നുഫിഖ ഫിസ്സൂർ എന്നാണ് ഫഇദാ നുഖിറ ബിന്നാഖൂർ എന്ന ആയത്തിന്റെ അർത്ഥമെന്നാണ്. അതുപോലെ തന്നെ റാജിഫത്ത്, റാദിഫത്ത് എന്നൊക്കെയുള്ള പേരിൽ ഇതേ സംഭവത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പരിചയപ്പെടുത്തുന്നുണ്ട്. സൂറത്തുൻ നാസിആത്തിലാണ് അത് പരിചയപ്പെടുത്തിയത്. 6-7 വചനങ്ങൾ. യൗമ തർജുഫുർ റാജിഫ തത്ബഉഹർ റാദിഫ, അഥവാ സൂറെന്ന കാഹളത്തിൽ 2 ഊത്തുകളുണ്ട് എന്നതിൽ ഒന്നാമത്തെ ഊത്താണ് റാജിഫ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, രണ്ടാമത്തെ ഊത്താണ് റാദിഫ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നതാണ്. അതാണ് ഇമാം ഹസനുൽ ബസരി റഹിമഹുല്ലാ പറഞ്ഞത്, ഹുമാ അന്നഫ്ഖതാൻ. ഹുമാ, ഈ 2 റാജിഫ എന്ന് പറയുന്നതും റാദിഫ എന്ന് പറയുന്നതും അത് രണ്ടും 2 ഊത്തുകളാണ് എന്ന് പറഞ്ഞത്. ഇനി ചില ആളുകൾ ഇതിനെ നിഷേധിച്ചിട്ടുണ്ട്. അവരുടെ ബുദ്ധി കൊണ്ട് ഇതിനെ വ്യാഖ്യാനിക്കുകയും എങ്ങനെയായിരിക്കും ഇപ്പൊ അങ്ങനെ വലിയൊരു കാഹളം അതിൽ ഊതുമ്പോ ഇതൊന്നായിട്ട് മറിഞ്ഞു വീഴുക, ഇങ്ങനെയൊക്കെ സംഭവം ഉണ്ടാകുക എന്നൊക്കെ പറഞ്ഞ എങ്ങനെ? അപ്പൊ പിന്നെ എന്താണ് അവർ അതിനെ വ്യാഖ്യാനിച്ചത് എന്ന് ചോദിച്ചാൽ, അവർ പറഞ്ഞത് സുവരിൽ മൗത്ത, ശരീരങ്ങളുണ്ട്, മരിച്ചു കിടക്കുന്ന ആളുകളുടെ ശരീരങ്ങൾ, ആ രൂപത്തിൽ സ്വാഭാവികമായി കൊണ്ടും റൂഹിനെ ഊതുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് നുഫിഖ ഫിസ്സൂർ എന്ന് പറഞ്ഞത് എന്നാണ്. ഇങ്ങനെ വ്യാഖ്യാനിച്ച ആളുകളെ കാണാൻ കഴിയും. പക്ഷേ അതിന് യാതൊരു രൂപത്തിലുമുള്ള തെളിവോ പിൻബലമോ ഇല്ല. മറിച്ച് പ്രമാണങ്ങളെ മനസ്സിലാക്കുന്നിടത്ത് സ്വന്തം ബുദ്ധിയെ അതിന് അപ്രമാദിത്യം നൽകിയാൽ ഉണ്ടാകുന്ന അപകടമാണ് അത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം സൂറിലുള്ള ഊത്തി എന്നത് ഖുർആനിലൂടെയും സുന്നത്തിലൂടെയും ഒക്കെ സ്ഥിരപ്പെട്ടു വന്ന കാര്യമാണ്. വിശുദ്ധ ഖുർആൻ അല്ലാഹ് അങ്ങനെ തന്നെ പറഞ്ഞല്ലോ. സൂറത്തുൽ അൻആമിൽ അല്ലാഹ് പറഞ്ഞു, വഹുവല്ലദീ ഖലഖസ് സമാവാതി വൽ അർള ബിൽ ഹഖ് വയൗമ യഖൂലു കുൻ ഫയകൂൻ ഖൗലുഹുൽ ഹഖ് വലഹുൽ മുൽക്കു യൗമ യുൻഫഖു ഫിസ്സൂർ. അവിടെ വലഹുൽ മുൽക്കു, അവന് മാത്രമാണ് ആധിപത്യം ഉണ്ടാകുക. എന്നാണ് ആധിപത്യം? യൗമ യുൻഫഖു ഫിസ്സൂർ, ആ സൂർ എന്ന് പറയുന്ന കാഹളത്തിൽ ഊതപ്പെടുന്ന ദിവസം അവന് മാത്രമായിരിക്കും ആധിപത്യം ഉണ്ടാവുക. മറ്റൊരാൾക്കും അന്നൊരു അധികാരവും ഉണ്ടാവുകയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായി കൊണ്ട് പറയുകയാണ്. എന്നിട്ട് അല്ലാഹുവിനെ പരിചയപ്പെടുത്തിയത് എന്താ? ആലിമുൽ ഗൈബി വശഹാദ, അവൻ ദൃശ്യങ്ങളും അദൃശ്യങ്ങളും ഒക്കെ അറിയുന്നവനാണ്. വഹുവൽ ഹകീമുൽ ഖബീർ. അപ്പൊ അല്ലാഹുവിന്റെ 2 സിഫത്തുകളോടെ പറഞ്ഞു. അപ്പൊ ഇവിടെ നമ്മുടെ വിഷയം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ യൗമ യുൻഫഖു ഫിസ്സൂർ എന്ന് കൃത്യമായി കൊണ്ട് തന്നെ പറയുകയുണ്ടായി. സൂറത്ത് ത്വാഹയിലെ 102-ാമത്തെ വചനത്തിൽ അല്ലാഹ് പറഞ്ഞത്, യൗമ യുൻഫഖു ഫിസ്സൂരി വനഹ്ശുറുൽ മുജ്രിമീന യൗമഇദിൻ സുർഖാ. യൗമ യുൻഫഖു ഫിസ്സൂർ, അന്നേ ദിവസം സൂറിൽ ഊതപ്പെടും. വനഹ്ശുറുൽ മുജ്രിമീന, മുജ്രിമീങ്ങളായ കുറ്റവാളികളായ ആളുകളെ നാം ഒരുമിച്ച് കൂട്ടും. യൗമഇദിൻ, അന്നേ ദിവസം, സുർഖാ, അവർ നീല നിറത്തിലായിട്ടുണ്ടാവുന്നതാണ്. കുറ്റവാളികളായ ആളുകളൊക്കെ നാളെ പരലോകത്ത് വരിക നീല നിറമായി കൊണ്ടാണ് അവർ വരിക. ദാഹിച്ച് വലഞ്ഞ് ശരീരമാകെ നീലിച്ചുകൊണ്ടാണ് കുറ്റവാളികൾ വരിക എന്ന് ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ വ്യാഖ്യാനിക്കുന്നത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ മറ്റൊരിടത്ത് അല്ലാഹ് പറഞ്ഞത്, സൂറത്തുൽ സുമറിൽ അല്ലാഹ് പറഞ്ഞത്, വനുഫിഖ ഫിസ്സൂരി ഫസഇക മൻ ഫിസ്സമാവാതി വമൻ ഫിൽ അർളി ഇല്ലാ മൻ ശാ അല്ലാഹ് ثم نفخ فيه أخرى
فإذا هم قيام ينظرون ونفخ في الصور ആ സൂറിൽ ഊതപ്പെട്ടു കഴിഞ്ഞാൽ فصعق من في السماوات ومن في الأرض إلا من شاء الله അല്ലാഹു ഉദ്ദേശിച്ചവരൊഴികെ ആകാശങ്ങളിലും ഭൂമികളിലുമുള്ള എല്ലാ ആളുകളും അവർ ബോധരഹിതരായി കൊണ്ടു വീഴുന്നതാണ്. സുമ്മ നുഫിഖ ഫീഹി ഉഖ്റാ പിന്നീട് വീണ്ടും അതിൽ ഊതപ്പെടും. ഫഇദാ ഹും ഖിയാമുൻ യൻദുറൂൻ അപ്പോൾ അവരൊക്കെ എല്ലാവരും പിന്നീട് എണീറ്റ് കൊണ്ട് ആകെ അന്തം വിട്ടുകൊണ്ട് നോക്കി നിൽക്കുന്ന ആളുകളായിരിക്കുമെന്നതാണ്. ഇത് ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ തന്നെ പഠിപ്പിച്ചെന്ന കാര്യം. അപ്പോൾ സൂറിൽ ഊതുക എന്നത് അത് ഖുർആനിലൂടെ സ്ഥിരപ്പെട്ട കാര്യമാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം, ബൈനമ യഹൂദിയ്യൻ യഅറളു സിൽഅതഹു ഉഅതിയ ബിഹാ ഷൈഅൻ കരിഹഹു فقال لا والذي اصطفى موسى على البشر فسمعه رجل من الأنصار فقام فلتم وجهه. അപ്പോ ഒരു കച്ചവടം അങ്ങാടിയിൽ ഇങ്ങനെ നടക്കണം. അപ്പൊ ഒരു യഹൂദി അദ്ദേഹത്തിന്റെ അടുത്ത് അദ്ദേഹത്തിന് വെറുപ്പുണ്ടാകുന്ന രൂപത്തിലുള്ള ഒരു വസ്തു കാണിച്ചു കൊടുത്തപ്പോ, കച്ചവടമാണ് സ്വാഭാവികമാണ്, ഇത് വേണം അതിർത്തോളി അത് വേണം അതിർത്തോളി എന്നൊക്കെ പറഞ്ഞ അങ്ങനെ നടക്കുന്ന കച്ചവടം. ആ സമയത്താണ് അയാൾക്ക് വെറുപ്പുള്ളതായ ഒരു കാര്യം കാണിച്ചു കൊടുത്തപ്പോ അയാൾ പറഞ്ഞു വല്ലദി ഇസ്തഫ മൂസ അലൽ ബശർ, മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ നിന്നും മൂസ നബിയെ തെരഞ്ഞെടുത്ത റബ്ബയെ ആരാണോ അവൻ തന്നെയാണ് സത്യം എന്ന് പറഞ്ഞു. അദ്ദേഹത്തിനെ പറ്റിയിട്ടില്ല എന്നുള്ളതിന് അദ്ദേഹം അങ്ങനെ പറഞ്ഞത് സത്യം ചെയ്ത രീതിയാണ്. മൂസാ നബിയെ മനുഷ്യരിൽ നിന്നും നബിയായി തെരഞ്ഞെടുത്തവനാരോ അവൻ തന്നെയാണ് സത്യം എന്ന് പറഞ്ഞു. ഇത് കേട്ട ഒരു അൻസാരി യുവാവ് അതല്ലെങ്കിൽ ഒരാൾ വന്നിട്ട് അദ്ദേഹത്തെ അടിച്ചു, അദ്ദേഹത്തെ മുഖത്തടിച്ചു. ജന്തപ്പി പറഞ്ഞത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് പറയാം അക്കാല വല്ലദി ഇസ്തഫ മൂസ, ഇങ്ങനെ ഇപ്പൊ പറയേണ്ടത് അലൽ ബശർ വന്നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ബൈന ളുഹുരിന, മുഹമ്മദ് നബി ആണെങ്കിൽ നമ്മുടെ മുമ്പിൽ ഇവിടെ ജീവിച്ചിരിക്കുന്ന സമയത്ത് മൂസനെ തെരഞ്ഞെടുത്ത അള്ളാഹുവാണെന്ന് പറഞ്ഞിട്ട് എങ്ങനെയാണ് സത്യം ചെയ്യല് എന്ന് ചോദിച്ചിട്ടാണ് ഇയാളെ മൂന്ത കടിച്ചത്. ആ സമയത്താണ് ഇദ്ദേഹം ഫദഹബ ഇലൈഹി ഫഖാല അബൽ ഖാസിം ഇന്നലി ദിമ്മത്തുൻ വഅഹദ ഫമാ ബാലു ഫുലാനിൻ ലതമ വജ്ഹി. നബിന്റെ അടുത്തേക്ക് നേരെ ജൂതൻ ചെന്നിട്ട് പറഞ്ഞു, അബുൽ ഖാസിം, ഞാന് ഇവിടെ ദിമ്മിയായിക്കൊണ്ട് ജീവിക്കുന്ന ഇസ്ലാമിക ഗവൺമെന്റിനെ അംഗീകരിച്ചുകൊണ്ട് ജീവിക്കുന്ന ഇസ്ലാമിക ഗവൺമെന്റിന്റെ കരാറുകൾ പൂർത്തീകരിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു ജൂതനാണ്. ഇന്നതൊക്കെ ഈ മനുഷ്യർ മൂന്തക്കടിച്ചിട്ടുണ്ട്, മുഖത്തടിച്ചിട്ടുണ്ട്, ഇന്നതും പറഞ്ഞിട്ടാണ് എന്താക്കിയിട്ടുള്ളത്, അടിച്ചിട്ടുള്ളത് എന്ന്. എന്നവൻ മുഖത്തടിച്ചിട്ടുണ്ട്, എന്താണ് ഇത് ഞാൻ ചെയ്യേണ്ടത്, എന്താണ് അയാളുടെ വിഷയത്തിൽ നിങ്ങൾ തീരുമാനം എടുക്കുക എന്ന് നബിന്റെ അടുത്ത് പോയിട്ട് പരാതി പറയാം. അപ്പൊ നബി ചോദിച്ചു, ലിമൻ അത്തംത വജ്ഹ, നീ എന്തിനാ അവന്റെ മുഖത്തടിച്ചു എന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു അങ്ങനെ പറഞ്ഞിട്ടാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭയങ്കരമായി കോപിച്ചു. നബിയുടെ മുഖത്ത് ആ കോപം കാണാമായിരുന്നു എന്നാണ്. ആ രൂപത്തിൽ നബി കോപിച്ചു. നിങ്ങൾ എന്താക്കരുത്, അള്ളാന്റെ അമ്പിയാക്കൾക്കിടയിൽ ഇങ്ങനെ ഞങ്ങളെ നബിയാണ് വലുത് മറ്റവന്റെ നബിയാണ് വലുത് ചെറുത് എന്ന് പറഞ്ഞാണ്ട് അങ്ങനെ ഒരു ഏത്ത വ്യത്യാസം നിങ്ങൾ അള്ളാന്റെ അമ്പിയാക്കൾക്കിടയിൽ ഉണ്ടാക്കരുത്. സൂർ എന്ന കാഹളത്തിൽ ഊതപ്പെടും. അന്ന് ആകാശങ്ങളിലും ഭൂമികളിലും ഉള്ളതെല്ലാം ബോധരഹിതരായി വീഴും. ഇല്ലാ മൻ ഷാ അല്ലാഹ്, അല്ലാഹു ഉദ്ദേശിച്ചവരൊഴികെ. വീണ്ടും ആ പറഞ്ഞ സൂറിൽ വീണ്ടും ഊതപ്പെടും. ആദ്യമായി കൊണ്ട് ഉയർത്തെഴുന്നേൽക്കപ്പെടുന്നവൻ ഞാനായിരിക്കും. അവ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന സമയത്ത് മൂസാ നബി അലൈഹിസ്സലാം അവിടെ അർശും പിടിച്ചു നിൽക്കുന്നുണ്ടാകും. ഫലാ അദ്രി അഹൂസിബ ബിസഇഖതിഹി യൗമത്തൂർ അം ബുഇസ ഖബലി. ആ തൂർ പർവ്വതത്തിൽ വെച്ച്
മൂസാ നബി അലൈഹിസ്സലാം ബോധരഹിതനായി വീണതിന് പകരമായി കൊണ്ടാണോ ഇവിടെ അദ്ദേഹം ബോധം കെടാതെ പോയതെന്ന് എനിക്കറിയില്ല. അതല്ല, ഇവിടെ ബോധം കെട്ടിട്ട് എന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉയർത്തെഴുന്നേൽപ്പിക്കുന്നതിന് മുമ്പ് മൂസാ നബി അലൈഹി സ്വലാമിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചതാണോ എന്നും എനിക്കറിയുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോ സൂറിലുള്ള ആ ഊത്തുണ്ട് എന്നും ആ സമയത്ത് എല്ലാവരും ബോധരഹിതരായി വീഴുമെന്നുമൊക്കെയുള്ള കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞതായിക്കൊണ്ട് ഇമാം ബുഖാരി അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ 3414 ഹദീസായിക്കൊണ്ട് ഉദ്ധരിച്ച് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ അബ്ദുല്ലാഹി ബിൻ അംർ റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിലും ഇപ്രകാരം കാണാം, സുമ്മ യുൻഫഖു ഫിസ്സൂർ, വീണ്ടും ആ സൂറിൽ ഊതപ്പെടും എന്നങ്ങനെ തന്നെ വന്നതായിക്കൊണ്ട് കാണാൻ കഴിയുന്നതാണ്. ആ സമയത്ത് ഈ സൂറു ഊതപ്പെടുന്ന സമയം അപ്പോ അതിന്റെ എന്താണ് അവസ്ഥകളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റു പല ഹദീസുകളിലൂടെ ഒക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഒരു യഹൂദി തന്റെ ഹൗളിൽ, അതായത് വെള്ളം സംഭരിച്ചിട്ടുള്ള ആ വെള്ള സംഭരണിയിൽ അയാളിങ്ങനെ എന്താക്കാണ്, അതിൽ നിന്ന് വെള്ളം എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അങ്ങനെ ഒഴിച്ചും പാർന്നും കൊണ്ടിരിക്കുന്ന സമയത്താണ് സൂറിൽ അല്ലാഹു ഊതാൻ വേണ്ടി കൽപ്പിക്കുക എന്നാണ്. എന്നാൽ ആ കൽപ്പിക്കുന്ന സമയത്ത് ഇയാൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പൊ എന്തോ ഒരു ശബ്ദം കേട്ട് അയാൾ നേരെന്താവും മറിഞ്ഞു വീഴും എന്നൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് കാണാൻ സാധിക്കും. അവിടെ സൂറിൽ ഊതപ്പെടുന്നതിന്റെ ഭാഗമായി ഭൂമിക്കാകെ പ്രകമ്പനം ബാധിക്കും. യുസയ്യിറുല്ലാഹുൽ ജിബാൽ ഫതകൂനു സറാബ ഫതുറജ്ജുൽ അർദു ബിഅഹ്ലിഹാ റജ്ജ. അവിടെയാണ് കല്ലിഹിനിൽ മൻഫൂഷ് എന്നൊക്കെ പറഞ്ഞത്. ഊതപ്പെടുന്നതോടുകൂടിയാണ് ഇഹിനിൽ മൻഫൂഷ്, കടഞ്ഞെടുക്കപ്പെട്ട വ്യത്യസ്ത നിറങ്ങളിലുള്ള, ഇഹിന് എന്ന് പറഞ്ഞാല് വ്യത്യസ്ത നിറങ്ങളിലുള്ള ഈ കോട്ടനുകൾ ഉണ്ടാവും. നമ്മള് കോട്ടന്റെ കുപ്പായൊക്കെ എടുക്കുമ്പോ സ്വാഭാവികമായിട്ടും എന്താണ്, അതില് കറുപ്പും ചുവപ്പും മഞ്ഞയും നീരൊക്കെ പല കളറുകള് അതിലിങ്ങനെ ഇടയിലുണ്ടാവുമല്ലോ. അപ്പൊ ആ നിലക്ക് പർവ്വതങ്ങൾ ഇങ്ങനെ പാറി നടക്കുന്നതാണ്, പല നിറത്തിലുള്ള. കാരണം ഭൂമിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പല നിറങ്ങളിലുള്ള പർവ്വതങ്ങളെയാണ് സംവിധാനിച്ചിട്ടുള്ളത്. എല്ലാത്തിനും ഒരേ നിറമല്ല, നല്ല ചുവപ്പ് നിറമുള്ള പർവ്വതങ്ങളുണ്ട്, കറുത്ത നിറമുള്ളതുണ്ട്, വെള്ളാരങ്കല്ലിന്റെ നിറം ഉള്ളതുണ്ട്, നീല നിറമുള്ളതുണ്ട്, പച്ച നിറമുള്ളതുണ്ട്. ഇങ്ങനത്തെ പല നിറത്തിലുള്ള എന്താണ് പർവ്വതങ്ങൾ അല്ലാഹു സംവിധാനിച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു അത് പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം കൂടി കൂട്ടിയിടിച്ച് ഇങ്ങനെ പാറുമ്പോ ഒന്നായിട്ട് വ്യത്യസ്തങ്ങളായ വർണ്ണങ്ങളിലുള്ള കോട്ടൻ പരുത്തികൾ, കടഞ്ഞെടുത്ത പരുത്തി എങ്ങനെയാണോ ആകാശത്ത് കൂടെ അങ്ങനെ പാറി നടക്കുക, അതുപോലെ ഈ വലിയ ഭീമാകാരങ്ങളായ പർവ്വതങ്ങളൊക്കെ പാറി നടക്കും ഈ സൂറിലുള്ള ഊത്ത് കാരണത്താൽ. ഭൂമി അത് പ്രകമ്പനം കൊണ്ടുകൊണ്ടിരിക്കുമെന്നൊക്കെ ഇതിന്റെ ഭാഗമായി കൊണ്ട് സംഭവിക്കുമെന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പഠിപ്പിച്ചു തരുന്നതാണ്. ഇനി ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാഹിബ് സൂറുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ സാഹിബ് സൂറിന്റെ അവസ്ഥയെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അദ്ദേഹം ഇങ്ങനെ നെറ്റി ചുളിച്ച് കാത് കൂർപ്പിച്ച് നിൽക്കണമെന്നാണ്. എപ്പോഴാണ് അള്ളാഹുവിന്റെ അനുവാദം കിട്ടുക അപ്പ ഊത എന്നുള്ള നിലക്ക് ആ നിലക്ക് നിൽക്കുകയാണെന്നാണ്. അത് ഏതു നിമിഷവും അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് ഓർഡർ വരാം. ആ ഓർഡർ വന്നു കഴിഞ്ഞാൽ അടുത്ത നിമിഷം ഊതുക എന്നുള്ള നിലക്ക് നെറ്റി ചൊളിച്ചുകൊണ്ട് നിൽക്കുന്നവനാണ് സാഹിബ് സൂർ എന്ന് അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് കാണാൻ സാധിക്കും. മാത്രമല്ല മഹാനായ അബൂ സഈദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇന്ന സാഹിബൈ സൂരി ബി ഐദിഹിമ ഔ ഫി ഐദിഹിമ ഖർനാനി യുലാഹിദാനി അൻ-നദറു മത്താ യുമറാൻ. ഈ സാഹിബ് സൂറിന്റെ രണ്ട് കൈകളിലും ഓരോ സൂറുകളുണ്ട് എന്നാണ്. സാഹിബ് സൂറിന്റെ രണ്ട് കൈകളിലും സൂറുകളുണ്ട് എന്നാണ്. അതില് കാത്തു നിൽക്കാണ് ഏതിൽ ഊതണം. അല്ലാഹ് എപ്പ പറയും ആ പറയുമ്പോ ആ ഓരോന്നിൽ ഊതുക എന്നുള്ളതാണ്. ഒന്നിൽ ഊതുമ്പോ ഈ പ്രപഞ്ചം മൊത്തം തകർന്നടിഞ്ഞില്ലാതെയാകുമ്പോൾ അടുത്ത സൂറിൽ ഊതുന്ന സമയത്ത് എന്താകുന്നു,
അടുത്ത സൂറിൽ ഊതുന്നതോടുകൂടി ഈ തകർന്നടിഞ്ഞ പ്രപഞ്ചത്തിൽ നിന്നും മനുഷ്യനും ജീവജാലങ്ങളും ഒക്കെ വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടാകുക എന്നതാണ്. പിന്നീട് അഹ്ലുസുന്ന വൽ ജമാഅയുടെ പണ്ഡിതന്മാർക്കിടയിലുള്ള ഒരു ചർച്ച എന്ന് പറയുന്നത് എത്ര ഊത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അന്ത്യദിനത്തിന്റെ ഭാഗമായി കൊണ്ട് സംവിധാനിച്ചിട്ടുണ്ട് എന്നതാണ്. അപ്പോൾ അതിൽ ഒന്നാമത്തെ അഭിപ്രായം 2 ഊത്തുകളാണ് ഉള്ളത്. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, ഹസനുൽ ബസരി റഹിമഹുല്ലാ, ഇമാം ഖത്താദ റഹിമഹുല്ലാ, അബു അബ്ദുല്ല അൽ ഖുർത്തുബി, അതുപോലെ തന്നെ ഇബ്നു ഹജർ അൽ അസ്ഖലാനി പോലെയുള്ള ആളുകളൊക്കെ ഈ അഭിപ്രായമാണ് പറഞ്ഞിട്ടുള്ളത്. അവർ പറഞ്ഞു ഒന്നാമത്തെ ഊത്ത് എന്ന് പറഞ്ഞത് അത് നഫ്ഖത്തുൽ ഫസ്ഇ വസ്സഅഖി, അത് കേൾക്കുന്നതോടുകൂടി ആ ശബ്ദം, ഘോര ശബ്ദം കേൾക്കുന്നതോടുകൂടി ആളുകളൊക്കെ പേടിക്കുകയും പേടിച്ച് അവരാകെ പ്രയാസപ്പെട്ട അവസാനം അവർ ബോധരഹിതരായി വീഴുകയും ചെയ്യുന്നതാണ് എന്നാണ്. അപ്പോ നഫ്ഖത്തുൽ ഫസ്ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിനെ തന്നെയാണ് നഫ്ഖത്തുൽ സഅഖ് അഥവാ ബോധം കെട്ട് വീഴുന്ന, പേടിച്ച് ബോധം കെട്ട് വീഴുന്ന രൂപത്തിലുള്ള ഊത്ത് എന്ന് പറഞ്ഞത്. സ്വാഭാവികമാണ്, ഒരാളെ സംബന്ധിച്ചിടത്തോളം ശക്തമായ പേടി ഉണ്ടായി കഴിഞ്ഞാൽ അയാൾ എന്താവും, ആള് ബോധരഹിതനാവുക എന്ന് പറയുന്നത് സ്വാഭാവികമാണ്. അവിടെയാണ് യൗമ തുദ്ഹലു, ഇവിടെ അല്ലാഹു വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ഹജ്ജിന്റെ തുടക്കത്തിൽ പറഞ്ഞത് എന്താണ്, യാ അയ്യുഹന്നാസ് തഖൂ റബ്ബക്കും ഇന്ന സൽസലത്തസ് സഅ ശൈഉൻ അദീം യൗമ തദ്ഹലു കുല്ലു മുർളിഅത്തിൻ അമ്മാ അർളഅത് വതളഉ കുല്ലു ദാതി ഹംലിൻ ഹംലഹ വതറൻ നാസ സുകാറ വമാ ഹും ബിസുകാറ വലാകിൻ അദാബല്ലാഹി ശദീദ്. അത് അള്ളാഹു പറയാണ്, കൃത്യമായിട്ടാ പറഞ്ഞത്. അള്ളാഹ് നിങ്ങൾ സൂക്ഷിച്ചോളൂ, ജനങ്ങളെ അള്ളാഹ് നിങ്ങൾ സൂക്ഷിച്ചോളൂ. ആ ഖിയാമത്ത് നാളിന്റെ പ്രകമ്പനം എന്ന് പറയുന്നത് അതികഠിനവും ഗൗരവവുമാണ്. തന്റെ മാറിൽ പാലൂട്ടിക്കൊണ്ടിരിക്കുന്ന കുട്ടിയെ ഒരു ഉമ്മ മറന്നുപോകും. ഗർഭിണികളായ സ്ത്രീകൾ അവരറിയാതെ പ്രസവിച്ചു പോകും. ജനങ്ങളൊക്കെ ലഹരി ബാധിച്ച ആളുകൾ നടക്കുന്നത് പോലെയൊക്കെ അന്ന് നടക്കുക. പക്ഷെ അവർക്ക് ലഹരി ബാധിച്ചതല്ല, ബോധം പോയിട്ടുണ്ടാവുന്നതാണ്. ലഹരി ബാധിച്ചാൽ സംഭവിക്കാറുള്ളത് ബോധം നഷ്ടപ്പെടാറാണ്. അപ്പൊ എന്താ ചെയ്യുന്നത്, എന്താണ്, എങ്ങനെയാണ് പോകേണ്ടത്, എങ്ങനെയാ വരേണ്ടതെന്നൊന്നും ഉണ്ടാവില്ല, അവന്റെ കണക്കിലുണ്ടാവില്ല. ഇതേപോലെ പേടിച്ച് ബോധം നഷ്ടപ്പെട്ട അവസ്ഥയായിരിക്കും. വലിയ ശക്തമായ രൂപത്തിൽ, കഠിനമായ രൂപത്തിലായിരിക്കും അള്ളാഹുവിന്റെ ശിക്ഷയുണ്ടാകുക എന്നതാണ്. ഇവര് പറഞ്ഞ രണ്ടാമത്തെ നഫ്ഖത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നഫ്ഖത്തുൽ ബഅസ് ആണ്. നഫ്ഖത്തുൽ ബഅസ് എന്ന് പറയുമ്പോ ഇതൊക്കെ കെട്ടടങ്ങി എല്ലാം എന്താവും, നശിച്ച്, അഥവാ ഭൂമിയിലുള്ളതെല്ലാം നശിച്ച് ഭൂമിയിൽ ഒരു ജീവജാലം പോലും ബാക്കിയില്ലാത്ത അവസ്ഥ വരും. സൂർ എന്ന് പറയുന്ന കാഹളത്തിൽ സ്വാഹിബ് സൂർ അദ്ദേഹം ഓതുന്നതോടുകൂടി അദ്ദേഹവും മരിക്കും. ഒന്നാമത്തെ ഊത്തിൽ തന്നെ അവസാനം ബാക്കി ഉണ്ടായാല് മലക്കുൽ മൗത്ത് മാത്രമാണ്. മലക്കുൽ മൗത്തിനോട് അല്ലാഹ് പറയും, മുത്ത് അൻത, നീയും മരിക്കുന്നു പറയും. അതോടെ മലക്കുൽ മൗത്ത് മരിക്കും. പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പറഞ്ഞതുപോലെ രണ്ടാമത് ഊതുവാൻ വേണ്ട സംവിധാനങ്ങൾ ചെയ്യും. സാഹിബ് സൂർ ഉണ്ടാവും, അതിനെ കൊണ്ട് അദ്ദേഹം ഊതുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അത് നമ്മൾ വിശദമായി പിന്നീട് നമുക്ക് പഠിക്കാവുന്നതാണ്. അപ്പോ ഈ നിലക്ക് ഉള്ള രണ്ടാമത്തെ ഊത്ത് ഊതുമ്പോൾ ഒരു മഴ ഭൂമിയിൽ പെയ്യുന്നതാണ്. തല്ല് എന്നൊക്കെയാണ് ഹദീസിൽ അത് വന്ന് പ്രയോഗിച്ച പ്രയോഗം. മത്തർ തല്ല് എന്നൊക്കെ പ്രയോഗിച്ചിട്ടുണ്ട്. ആ മഴ ഭൂമിയിലേക്ക് വർഷിക്കുന്നതോടുകൂടി പൊതുമഴ കിട്ടുന്ന സമയത്ത് എപ്രകാരമാണ് ഭൂമിക്കടിയിൽ ഉണ്ടായിരുന്ന വിത്തുകളൊക്കെ മുളച്ച് കിളിർത്ത് പുറത്തേക്ക് വരാറുള്ളത്, അതുപോലെ മനുഷ്യന്മാരൊക്കെ അവരുടെ കുഴിമാടങ്ങളിൽ നിന്നും ഒന്നായിട്ട് പുറത്തേക്ക് വരുന്നതാണ് ആ മഴയുടെ കിട്ടുന്നതോടുകൂടി. അള്ളാഹു പലപ്പോഴും
മഴയോട് തന്നെയാണ്, മഴയ്ക്ക് മുളക്കുന്ന ഇത്തരത്തിലുള്ള ചെടികളോട് തന്നെയാണ് മരണത്തിന് ശേഷമുള്ള ഉയിർത്തെഴുന്നേൽപ്പിനെ ഉപമിച്ചത്. അതൊരു ഉപമയായിക്കൊണ്ട് മാത്രം ഉപമിച്ചതല്ല, അങ്ങനെ തന്നെയാണ് യഥാർത്ഥത്തിൽ ഉണ്ടാകാൻ പോകേണ്ടത്. കാരണം രണ്ടാമത്തെ ഊത്തോടുകൂടി, 2 ഊത്താണ് എന്ന് പറഞ്ഞ ആളുകളുടെ അഭിപ്രായ പ്രകാരം രണ്ടാമത്തെ ഊത്ത് ഊതുന്നതോടുകൂടി ഒരു മഴ വർഷിക്കുകയും ആ വർഷിക്കുന്നതിന്റെ ഭാഗമായി കൊണ്ട് എല്ലാവരും എണീറ്റ് ആകാശത്തേക്ക് ഇങ്ങനെ അന്തം വിട്ടു നോക്കും. അവിടെയാണ് മറ്റാൾക്കാർ പറഞ്ഞത്, മുജ്രിമീങ്ങള്, യാ വൈലനാ മൻ ബഅസനാ മിൻ മർഖദിനാ ഹാദാ മാ വഅദർ റഹ്മാനു വസദഖൽ മുർസലൂൻ എന്നൊക്കെയുള്ള ആ ആയത്ത് അതിനെയാണ് അറിയിക്കുന്നത്. ഇനി രണ്ടാമത്തെ, എന്നിട്ട് മാത്രല്ല, ഇനി ഈ 2 ഊത്തുകൾക്കിടയിലുള്ള സമയമെത്ര എന്ന ചർച്ച, ആ ചർച്ചയുമായി ബന്ധപ്പെട്ട് ഇമാം ബുഖാരി തന്നെ അദ്ദേഹത്തിന്റെ സഹീഹിൽ ഉദ്ധരിച്ചത് കാണാം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നുണ്ട്, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ ബൈന നഫ്ഖതൈനി 40, 2 ഊത്തുകൾക്കിടയിൽ 40 ആണുള്ളത്. 40. അപ്പൊ സഹാബത്ത് ചോദിക്കുന്നുണ്ട് പല ആൾക്കാരും, 40 ദിവസമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അബൂ ഹുറൈറ ഒന്നും പറയണില്ല. 40 മാസമാണോ ഉദ്ദേശിക്കുന്നതെന്നാണ്. അപ്പോഴും അദ്ദേഹം ഒന്നും പറഞ്ഞില്ല. 40 വർഷങ്ങളാണോ ഉദ്ദേശിക്കുന്നത് ചോദിച്ചു. അപ്പോഴും അബൂ ഹുറൈറ ഒന്നും പറഞ്ഞില്ല. അപ്പൊ ഇതിനെ വ്യാഖ്യാനിക്കുന്നിടത്ത് പണ്ഡിതന്മാര് പറയുന്നത് കാണാം, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് നബി അത്രേ പറഞ്ഞിട്ടുള്ളൂ, 40 എന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ 40 കൊല്ലാണോ, 40 ദിവസമാണോ, 40 മാസാണോ എന്നൊന്നും എന്താക്കിയിട്ടില്ല. നബി പറഞ്ഞിട്ടില്ല, അബൂ ഹുറൈറ തിരിച്ചു ചോദിച്ചിട്ടുമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹം സ്വന്തം ഇഷ്ടപ്രകാരം സ്വന്തം ബുദ്ധി പ്രയോഗിച്ചുകൊണ്ട് അത് ഇത്രയാകാമെന്ന് പറയാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല എന്നതാണ് അതുമായി ബന്ധപ്പെട്ട് പണ്ഡിതന്മാർ പറഞ്ഞത്. അപ്പൊ 40 ആണ്. എന്താണ് 40? ദിവസമാണോന്നും അറിയില്ല, മാസാണോന്നും അറിയില്ല, കൊല്ലാണോന്നും അറിയില്ല. എന്തായിരുന്നാലും 2 സൂറുകൾക്കിടയിലുള്ള ഊത്തെന്ന് പറയുന്നത് 40 ആകുന്നു എന്നെന്തായിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ അഭിപ്രായം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് 3 ഊത്തുകളാണ് ഉണ്ടാകുക എന്നുള്ളതാണ്. ഈ അഭിപ്രായമാണ് മഹാനായ ഇബ്നുൽ അറബി റഹിമഹുല്ല, ഷൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ല, ഇമാം ഷൗക്കാനി റഹിമഹുല്ല പോലെയുള്ള പണ്ഡിതന്മാർ റാജിഹാക്കിയിട്ടുള്ളത്. അവര് പറഞ്ഞത് ഒന്നാമത്തെ ഊത്ത് എന്ന് പറയുന്നത് നഫ്ഖത്തുൽ ഫസ്അ. നഫ്ഖത്തുൽ ഫസ്അ ആണ്. ഒന്നാമത്തെ ഊത്തിൽ ആളുകൾ ആകെ ബേജാറായി അന്തം വിട്ട് ആകെ ഡങ്ങാറായി ഉണ്ടാവും. അവിടെയാണ് ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ ഫഅഖ്റജത്തിൽ അർളു അസ്ഖാലഹാ വഖാലൽ ഇൻസാനു മാ ലഹാ എന്നൊക്കെയുള്ള ആ ഒരു സൽസലത്തും ബേജാറാക്കലും ഒക്കെ അവിടെ ഉണ്ടാവുക എന്നൊക്കെയാണ് അതിനെ വ്യാഖ്യാനിച്ച ആളുകൾ പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് അതിന് തെളിവായി കൊണ്ട് പറഞ്ഞത് യൗമ യൂഫഖു ഫിസ്സൂരി ഫഫസിഅ മൻ ഫിസ്സമാവാതി വമൻ ഫിൽ അർളി ഇല്ലാ മൻ ശാ അല്ലാഹ് വകുല്ലുൻ അതൗഹു ദാഖിരീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലെ സൂറത്തുൻ നംലിലെ 87-ാമത്തെ ആയത്തിലൂടെ പറഞ്ഞല്ലോ, യൗമ യുൻഫഖു ഫിസ്സൂരി ഫഫസിഅ മൻ ഫിസ്സമാവാതി വമൻ ഫിൽ അർള്. അന്നേ ദിവസം സൂറെന്ന കാഹളത്തിൽ ഊതപ്പെടും, ആകാശങ്ങളിലും ഭൂമിയിലുമുള്ളവരൊക്കെ അന്ന് വലിയ ഭയചകിതരായിരിക്കും. അപ്പൊ ആ ഭയചകിതരായിരിക്കുമെന്നാണ് അവിടെ പറഞ്ഞത്. അവിടെ സഅയിക്കിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. അപ്പൊ അത് ഒരു ഊത്താണ്. രണ്ടാമത്തത് നേരത്തെ പറഞ്ഞ പോലെ നഫ്ഖത്തു സഅയിഖ്, ആകെ അന്തം വിട്ട് മത്ത് ബാധിച്ച് അങ്ങനെ ഓടി നടക്കുമ്പോ രണ്ടാമത്തെ ഊത്തുണ്ടാവും. ആ ഊത്തോടുകൂടി എല്ലാവരും മരിച്ചു വീഴും. ആ ഊത്തോടുകൂടി മരിച്ചു വീഴും. അത് കഴിഞ്ഞിട്ട് പിന്നെ മൂന്നാമത്തെ ഊത്ത്, ആ ഊത്തിൽ എല്ലാവരും പുനർജീവിപ്പിക്കപ്പെടുമെന്നാണ്. അതിന് തെളിവ് പറഞ്ഞൊന്ന്, വനുഫിഖ ഫിസ്സൂരി ഫസഇഖ മൻ ഫിസ്സമാവാതി വമൻ ഫിൽ അർളി ഇല്ലാ മൻ ശാ അല്ലാഹ് ثم نفخ فيه أخرى فإذا هم قيام ينظرون. സൂറത്ത് സുമറിൽ ഉള്ള ആയത്ത്. അവിടെ 2 ഊത്തുകളെ ഒന്നിച്ചു പറഞ്ഞു. ഒന്ന് സഅയിഖിന്റെ ഊത്താണ് പറഞ്ഞത്, നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. രണ്ടാമത്തത് ബഅസിന്റെ ഊത്താണ്.
ഇത് രണ്ടുമല്ല നേരത്തെ പറഞ്ഞ സൂറത്തു നംലിൽ വന്നിടത്ത് പ്രയോഗിച്ച പ്രയോഗം അവിടെ ഫസിഅ എന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്നാണ്. അപ്പോ മൂന്നെണ്ണാണ് ഉള്ളത്. ഒന്ന് നഫ്ഖത്തുൽ ഫസ്അ, പേടിപ്പിക്കപ്പെടുന്ന ഊത്ത്. രണ്ടാമത്തെ നഫ്ഖത്തു സഅഖ്, ബോധം കെട്ട് വീഴുന്ന ഊത്ത്. മൂന്നാമത്തത് നഫ്ഖത്തുൽ ഖിയാം ലിറബ്ബിൽ ആലമീൻ, അള്ളാഹുവിന്റെ മുമ്പിൽ ആളുകളൊക്കെ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന, അവിടെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന ആ ഊത്ത്. അപ്പൊ ആദ്യത്തെ ആളുകൾ പറഞ്ഞത് ആദ്യം ഈ രണ്ടെണ്ണം അഥവാ നഫ്ഖും ഏത് ഫസ്ഉം സഅഖും ഒറ്റ ഊത്താണെന്ന് പറഞ്ഞു. ഇവരെന്താക്കി ഇതിനെ രണ്ടാക്കിക്കൊണ്ട് തിരിച്ചു. വേറെ പ്രശ്നങ്ങളൊന്നും അതിലില്ല എന്താണെങ്കിലും. അപ്പൊ ഈ രൂപത്തില് രണ്ട് അഭിപ്രായങ്ങളാണ് ആ വിഷയത്തിൽ വന്നിട്ടുള്ളത്. രണ്ടും അഹ്ലു സുന്നയുടെ അഭിപ്രായങ്ങളായിക്കൊണ്ട് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ഏതായിരുന്നാലും രണ്ടു കൂട്ടര് പറഞ്ഞതിലും ഈ പറഞ്ഞ മൂന്ന് അവസ്ഥകളുമുണ്ട്. ഫസ്ഉണ്ട്, സഅഖുണ്ട്, അതുപോലെ തന്നെ ബഅസുമുണ്ട് എന്നതാണ് അതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി ഇതുപോലെ തന്നെ പണ്ഡിതന്മാർ അടുത്ത് നടത്തിയിട്ടുള്ള ഒരു ചർച്ച എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ ഇല്ലാ മൻ ഷാ അല്ലാഹ് എന്ന് പറഞ്ഞ അല്ലാഹ് ഉദ്ദേശിച്ചവർ ഒഴികെയെന്ന് പറഞ്ഞു. അത് ആരായിരിക്കാം അല്ലാഹ് ഉദ്ദേശിച്ചവർ എന്നുള്ളതാണ്. അതില് പല കാട് കയറിയ ചർച്ചകളും പല ആളുകളും നടത്തിയിട്ടുണ്ട്. അത് ജിബ്രീലാണ്, അത് അതുപോലെ തന്നെ മൂസാ നബി ഉണ്ട് അതില് എന്നൊക്കെ പറഞ്ഞ ചർച്ചകൾ കാണാം. ചില ആളുകൾ പറഞ്ഞത് അല്ലാഹ് തന്നെയാണ്, വേറെ ആരുമല്ല എന്നൊക്കെ കാണാം. ഇവിടെ നമ്മുടെ യഥാർത്ഥ വിശ്വാസന്മാർ രംഗത്ത് ഉണ്ടാകേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലാഹു സുബ്ഹാനഹു വ തആലയോ അള്ളാഹുവിന്റെ റസൂലോ ആ വിഷയത്തിൽ ഒന്നും പറഞ്ഞിട്ടില്ല. അവിടെ ഇല്ലാ മൻ ഷാ അല്ലാഹ്ന്നേ പറഞ്ഞിട്ടുള്ളൂ, അള്ളാഹു ഉദ്ദേശിച്ചവർ ഒഴികെയെന്ന് പറഞ്ഞു. അപ്പൊ അള്ളാഹുവോ അള്ളാഹുവിന്റെ റസൂലോ ആ വിഷയത്തിൽ പ്രത്യേകമായി കൊണ്ടൊന്നും പറഞ്ഞു തരാത്തത് കൊണ്ട് തന്നെ അത് ഇന്നയാളുകളാണ് അതിൽ ഉൾപ്പെടുക, ഇന്നവരാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പറയുവാൻ നമുക്ക് എന്തില്ല, പറ്റുകയില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്വർഗത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളാണ്. കാരണം സ്വർഗവും നരകവും ഈ വിഷയത്തിൽ എന്താവില്ല, ആ സമയത്ത് നശിച്ചു പോകാത്തത് കൊണ്ട് തന്നെ സ്വർഗത്തിലുള്ളവരും അതിലൂടെ നശിക്കുകയില്ല എന്നൊക്കെ അതുമായി ബന്ധപ്പെട്ടൊക്കെ പറഞ്ഞു കാണാൻ കഴിയും. അല്ലാഹു അഅലം. ഏതായിരുന്നാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിൽ ആ നിലക്ക് കൃത്യമായ രേഖകളില്ലാത്തത് കൊണ്ട് തന്നെ അത് അല്ലാഹ് ഉദ്ദേശിച്ചവർ ആരൊക്കെ ഉണ്ടാവും അവരൊക്കെ ഉണ്ടാവും. അതിന് ആ നഫ്സിന്റെ സമയത്ത് കഴിച്ചിലാകും എന്ന് പറയാമെന്നല്ലാതെ ആരാണ് അവർ എന്ന് നമുക്ക് പറയാൻ കഴിയുകയില്ല. അപ്പൊ ഇതോടുകൂടി ഈ കാഹളത്തിൽ ഊതുന്നതും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അവസാനിക്കുകയാണ്. ഇനി വരാനിരിക്കുന്നത് ഹയാത്തുൽ ആഖിറയാണ്. അപ്പൊ നമ്മള് എന്ത് പറഞ്ഞു, മരണം കഴിഞ്ഞു, ബർസഖിലെ അവസ്ഥകൾ കഴിഞ്ഞു, ബർസഖിന്റെ അവസാനം എന്നുള്ള നിലക്ക് സൂറിലുള്ള ഊത്ത് പറഞ്ഞു. ഇനി രണ്ടാമത്തെ ഊത്തോടു കൂടി പിന്നീട് തുടങ്ങാനിരിക്കുന്നത് ആഖിറത്തിലെ ജീവിതമാണ്. ആഖിറത്തിലെ ജീവിതത്തിൽ ആദ്യം വരാനിരിക്കുന്നത് ഹശ്റാണ്. മഹ്ശറിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആളുകളെ ഒരുമിച്ച് കൂട്ടും. രണ്ടാമത്തെ ഊത്തോടു കൂടി അല്ലെങ്കിൽ മൂന്നാമത്തെ ഊത്തോടു കൂടി ആദ്യം സംഭവിക്കുന്നത് ബഅസ്, ഉയർത്തെഴുന്നേൽപ്പിക്കൽ നടക്കുന്നുണ്ട്. ആ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഈ ആളുകൾ എല്ലാവരും മഹ്ശറിൽ ഒരുമിച്ച് കൂട്ടപ്പെടും. പിന്നെ അതുപോലെ തന്നെ മഹ്ശറിൽ നടക്കുന്ന ശഫാഅത്തുകളുണ്ട്. അതുപോലെ തന്റെ കർമ്മഫലങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ള ഏടുകൾ അത് തങ്ങളുടെ മുമ്പിൽ അത് വിരിച്ചു വെക്കുന്ന അവസ്ഥ. അതുപോലെ തന്നെ ഹിസാബ്, കണക്ക് നോട്ടമുണ്ട്, അമലുകൾ തൂക്കി നോക്കലുണ്ട്. ഹൗദുൽ കൗസറുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഹയാത്തുൽ ആഖിറയിലാണുള്ളത്. അതുപോലെ തന്നെ സിറാത്ത്, അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിന്റെ മുകളിൽ സ്ഥാപിക്കുന്ന ഒരു പാലമാണ് സിറാത്ത്. അതിനെക്കുറിച്ചുള്ള ചർച്ച വരുന്നത് ഈ പറഞ്ഞ ഹയാത്തുൽ ആഖിറയിലാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഖന്തറത്ത്, വേറൊരു പാലുണ്ട്. ആ പാലത്തിൽ ചില ആളുകൾ പിടിച്ചു നിർത്തപ്പെടും, കാലങ്ങളോളം പിടിച്ചു നിൽക്കേണ്ടി വരുന്ന സാഹചര്യമൊക്കെ ഉണ്ടാവും. അപ്പോ അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വരുന്നത് ഹയാത്തുൽ ആഖിറയിലാണ്. അത് കഴിഞ്ഞ് അവസാനം ആ മനുഷ്യൻ ഒന്നുകിൽ സ്വർഗത്തിലേക്ക് എത്തും, അതല്ലെങ്കിൽ അവൻ നരകത്തിലായിരിക്കും ഉണ്ടാകുക എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ അങ്ങനെ വരുമ്പോ എന്താണ് ബഅസ്? ബഅസ് എന്ന് പറഞ്ഞാൽ ഇഹ്യാഉൽ അംവാതി വ ഇഖ്റാജുഹും മിൻ ഖുബൂരിഹിം, ആ മരിച്ചു പോയിട്ടുള്ള ആളുകളെ അവരെ പുറത്ത് കൊണ്ടുവരലാണ്. ഖബറുകളിൽ നിന്നോ അതല്ലെങ്കിൽ അവരെവിടെയാണോ ഉള്ളത് അവിടുന്ന് അവരെ പുറത്തു കൊണ്ടുവരികയും അവരെ ജീവിപ്പിക്കുകയും ചെയ്യുക എന്നതിനെയാണ് ബഅസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാണ് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല
സൂറത്തു അൽ ഖസസിൽ അല്ലാഹു പറഞ്ഞത് ഇന്നല്ലദീ ഫറദ അലൈക്കൽ ഖുർആന ലറാദുക ഇലാ മആദ്. ഈ വിശുദ്ധ ഖുർആനിനെ നിനക്ക് ഫർളാക്കിയവൻ അവൻ നിന്നെ ലറാദുക ഇലൽ മആദ്, നിന്നെ അവൻ മടക്കുന്നത് തന്നെയാണ്. റാദുക ഇലൽ മആദ്, അല്ലാഹുവിന്റെ അടുക്കലേക്ക് അവൻ മടക്കി കൊണ്ടുവരുന്നതാകുന്നു എന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ഫാത്തിറിൽ അല്ലാഹു പറഞ്ഞല്ലോ വല്ലാഹു അല്ലദീ അർസല റിയാഹ് ഫതുസീറു സഹാബൻ ഫസുഖ്നാഹു ഇലാ ബലദിൻ മയ്യിതിൻ ഫഅഹ്യൈനാ ബിഹിൽ അർള ബഅദ മൗതിഹാ കദാലികൻ നുശൂർ. മഴയെക്കുറിച്ച് അല്ലാഹു പറയുന്നു, അല്ലാഹു ആകുന്നു മഴയുടെ മുന്നോടിയായിക്കൊണ്ട് കാറ്റിനെ പറഞ്ഞയച്ചവൻ. ആ കാറ്റ് ആ മേഘത്തെ തള്ളിക്കൊണ്ടുപോകുന്നു. അങ്ങനെ അത് മരിച്ചു കിടക്കുന്ന ഭൂമിയിൽ ആ കാർമേഘം പെയ്തിറങ്ങുന്നു. ആ സമയത്ത് ആ ഭൂമിയിലുള്ളതൊക്കെ ജീവിച്ച് അത് മരിച്ചതിന് ശേഷം അത് ജീവിച്ചുകൊണ്ട് പുറത്തു വരുന്നു. ആ മഴ കൊണ്ട് നാം ആ ഭൂമിയെ ജീവിപ്പിക്കുന്നു. ബഅദ മൗതിഹാ, ആ ഭൂമി അത് ഉണങ്ങി നശിച്ച് മരിച്ചു പോയതിനു ശേഷം അല്ലാഹു പറയാ കദാലികൻ നുശൂർ. അപ്രകാരം തന്നെയാണ് ഇനി രണ്ടാമത് ഉയർത്തെഴുന്നേൽപ്പുണ്ടാകുക. ഇതേപോലെ തന്നെ സൂറത്ത് ഖാഫിൽ അല്ലാഹു പറഞ്ഞു റിസ്ഖൻ ലിൽ ഇബാദ് വഅഹ്യൈനാ ബിഹി ബൽദതൻ മൈത കദാലികൽ ഖുറൂജ്. റിസ്ഖൻ ലിൽ ഇബാദ് ഒക്കെ പറഞ്ഞു പറയാ വഅഹ്യൈനാ ബിഹി ബൽദതൻ മൈത, ആ മഴയോടുകൂടി മരിച്ചു കിടന്നിരുന്ന നാടിനെ നാം ജീവിപ്പിച്ചു എന്നിട്ട് പറയാം കദാലികൽ ഖുറൂജ്, മനുഷ്യന്മാരെ അവരുടെ കുഴിമാടങ്ങളിൽ നിന്ന് അപ്രകാരം തന്നെയാണ് പുറത്തു കൊണ്ടുവരിക. അപ്പോ ഈ ബഅസ് എന്ന് പറയുന്ന സംഭവം ഉണ്ട് എന്നത് വിശുദ്ധ ഖുർആനിലെ വ്യത്യസ്തങ്ങളായ ആയത്തുകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിനെ നിഷേധിച്ച ആളുകളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിച്ചത് അവലൈസല്ലദീ ഖലഖസ് സമാവാതി വൽ അർള ബിഖാദിരിൻ അലാ അൻ യഖ്ലുക മിസ്ലഹു ബലാ വഹുവൽ ഖല്ലാഖുൽ അലീം. അവലൈസല്ലദീ ഖലഖസ് സമാവാതി വൽ അർള ബിഖാദിർ അലാ അൻ യഖ്ലുക മിസ്ലഹു, ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചവന് അതുപോലെയുള്ളത് വീണ്ടും സൃഷ്ടിക്കുവാൻ കഴിവുള്ളവൻ തന്നെയല്ലയോ? ബല, അതെ, അവൻ അതിന് കഴിവുള്ളവൻ തന്നെയാണ്. വഹുവൽ ഖല്ലാഖുൽ അലീം, അവനെല്ലാം അറിയുന്നവനും ഒന്നിനു പിറകെ ഒന്നായി കൊണ്ട് സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്നവനുമാകുന്നു. അതേപോലെ അല്ലാഹു വീണ്ടും ചോദിക്കുന്നുണ്ട് അവലം യറൗ അന്നല്ലാഹല്ലദീ ഖലഖസ് സമാവാതി വൽ അർള വലം യഅയ ബിഖൽഖിഹിന്ന ബിഖാദിരിൻ അലാ അൻ യുഹ്യിയൽ മൗതാ ബലാ ഇന്നഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ. ആകാശങ്ങളെയും ഭൂമിയെയും ഈ പ്രപഞ്ചത്തെയൊക്കെ സൃഷ്ടിച്ചത് മുൻനിർത്തിക്കൊണ്ടാണ് അല്ലാഹു ചോദിക്കുന്നത്, ആ റബ്ബിന് വീണ്ടും മരിച്ചവരെ ജീവിപ്പിക്കുവാൻ കഴിവുള്ളവൻ തന്നെയല്ലയോ? അതെ, അവൻ അതിന് കഴിവുള്ളവൻ തന്നെയാണ്. ഇന്നഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, അവൻ എല്ലാത്തിനും കഴിവുള്ളവനാകുന്നു എന്നാണ് അല്ലാഹു പറഞ്ഞത്. അപ്പോ ഈ രൂപത്തിൽ ഈ ബഅസിനെ എന്താണ് അതിനെ നിഷേധിച്ച ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് വേണ്ട മറുപടി അങ്ങനെ തന്നെ കൊടുത്തിട്ടുണ്ട്. കാരണം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യന്റെ ജീവിതത്തെ കുറിച്ച് മാത്രം ആലോചിച്ചാൽ മതി. സൂറത്തുൽ ദഹർ, സൂറത്തുൽ ഇൻസാൻ എന്നൊക്കെ പേരിൽ വിശുദ്ധ ഖുർആനിൽ അവതരിപ്പിക്കപ്പെട്ട സൂറത്ത് തുടങ്ങുന്നത് തന്നെ എങ്ങനെയാണ്? ഹൽ അതാ അലൽ ഇൻസാനി ഹീനും മിനദ് ദഹരി ലം യകുൻ ശൈഅൻ മദ്കൂറാ. ഹൽ അതാ അലൽ ഇൻസാനി ഹീനുൻ, മനുഷ്യന്മാരിൽ ഒരു കാലഘട്ടം വന്നിട്ടില്ലയോ? ആ കാലഘട്ടത്തിന്റെ പ്രത്യേകത എന്താണ്? ലം യകുൻ ശൈഅൻ മദ്കൂറാ, അവനെ ഒന്ന് അനുസ്മരിക്കാൻ പോലും കഴിയുന്ന രൂപത്തിലുള്ള ഒന്നുമായിരുന്നില്ല അവൻ എന്നാണ്. അവനൊന്ന് ഓർക്കാൻ പോലും പറ്റുന്ന അവസ്ഥ ഉണ്ടായിരുന്നില്ല എന്നാണ്. നമ്മളൊക്കെ എത്ര വയസ്സുണ്ട് വെച്ചാൽ അതിനെക്കാട്ടി 2 വയസ്സ് മുമ്പ് നമ്മളോട് നമ്മളെ അവസ്ഥ എന്തേനി?
എന്തായിരുന്നു നമ്മുടെ അവസ്ഥ, എവിടെയായിരുന്നു നമ്മൾ ഉണ്ടായിരുന്നത് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റൂല. നമുക്ക് എന്നല്ല, ലോകത്ത് ഒരു പടപ്പിനും പറയാൻ പറ്റില്ല. ഈ അവസ്ഥ മനുഷ്യന്റേത് മാത്രല്ല, ഈ ഭൂമിയിൽ പിറവി കൊണ്ടിട്ടുള്ള അതല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിൽ പിറവി കൊണ്ടിട്ടുള്ള എന്തെല്ലാം ഉണ്ടോ അവരുടെയൊക്കെ അവസ്ഥ തന്നെയാണ്. അവർ പിറക്കുന്നതിന് മുമ്പ്, അവർക്ക് രൂപകൽപ്പന നൽകപ്പെടുന്നതിന് മുമ്പ് അവരോടായിരുന്നു. അവിടെയാണ് ബദിഉസ് സമാവാതി വൽ അർള്. അല്ലാഹു ബദിഅാണ്, ആകാശങ്ങളെയും ഭൂമിയെയും മുൻമാതൃകയില്ലാതെ സൃഷ്ടിച്ചവനാണ് അല്ലാഹു. അപ്പൊ മുൻമാതൃകയില്ല. മുൻമാതൃക ഉണ്ടായിരുന്നെങ്കിൽ ഒരു സാധനം കണ്ട നമുക്ക് ആ കണ്ട സാധനത്തിന്റെ കോപ്പി ഉണ്ടാക്കാൻ എളുപ്പമാണ്. ഇതൊരു കോപ്പി ഇല്ലാത്ത സാധനത്തിനാണ് അള്ളാഹ് ഉണ്ടാക്കിയത് എങ്കിൽ പിന്നെ ആ സാധനത്തെ രണ്ടാമത് ഉണ്ടാക്കി കൊണ്ടുവരാന്ന് പറയേണ്ടതല്ല. അതൊരു വലിയ പടിയുള്ള ഏർപ്പാടൊന്നല്ല. ഒന്നുമില്ലാത്ത സാഹചര്യത്തിൽ നിന്നും ഒരു വസ്തു ഉണ്ടാക്കുവാൻ റബ്ബിന് കഴിയുമെങ്കിൽ ആ വസ്തു കേടൊന്ന് നശിച്ചു പോയി കഴിഞ്ഞാൽ രണ്ടാമത് അതിനെ എന്താ നമ്മളെ ഭാഷയിൽ പറഞ്ഞ തട്ടിക്കൂട്ടാന്ന് പറഞ്ഞാൽ അത്ര വലിയ പണിയുള്ള കേസേ അല്ല. അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം ഉണ്ടാക്കുവാൻ അള്ളാഹു തീരുമാനിച്ചാൽ ആ കാര്യത്തോട് അള്ളാഹ് പറയും കുൻ, നീ ഉണ്ടാകുക എന്നുള്ള പറയും. ആ സമയത്ത് ഫയകൂൻ, അത് ഉണ്ടായി തീർന്നിരിക്കും, ഉണ്ടായി കഴിഞ്ഞിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് നമ്മളെല്ലാവരും ആ രൂപത്തിൽ തന്നെ വിശ്വസിക്കേണ്ടതുണ്ട്. കാരണം ബഅസ് ഉണ്ട്. എന്താ തെളിവ്? അള്ളാഹുവിന്റെ റസൂലിന്റെ അടുത്ത് വന്നിട്ട് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം ചോദിച്ചില്ലേ മൽ ഈമാൻ, എന്താണ് ഈമാൻ? അപ്പോൾ ജിബ്രീലിനോട് നബി പറഞ്ഞ മറുപടി ഖാലൽ ഈമാനു അൻ തുഅ്മിന ബില്ലാഹി വ മലായികതിഹി വ കുതുബിഹി വ ബിലിഖാഇഹി വ റുസുലിഹി വ തുഅ്മിന ബിൽ ബഅസി. അവിടെ പ്രത്യേകം അല്ലാഹുവിന്റെ റസൂൽ എടുത്തു പറഞ്ഞ റിപ്പോർട്ട് ഇങ്ങനെയാണ്, വ തുഅ്മിന ബിൽ ബഅസി, ഉയർത്തെഴുന്നേൽപ്പിൽ വിശ്വസിക്കലുമാകുന്നു. കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഇമാം നസായിയാണ് ഉദ്ധരിച്ചിട്ടുള്ളത്. ഇമാം അൽബാനി റഹിമഹുല്ലാഹ് അത് സഹീഹാണെന്ന് ഹുക്മ് പറഞ്ഞിട്ടുണ്ട്. ഇന്നമാ നസ്മത്തുൽ മുഅ്മിൻ ത്വായിറുൻ ഫീ ശജറിൽ ജന്ന ഹത്താ യബ്അസുഹു അല്ലാഹു അസ്സ വജല്ല ഇലാ ജസദിഹി യൗമൽ ഖിയാമ. ഇന്നമാ നസ്മത്തുൽ മുഅ്മിൻ, നസ്മത്ത് എന്ന് പറഞ്ഞാൽ റൂഹിന് പറയുന്ന മറ്റൊരു പ്രയോഗമാണ്. മുഅ്മിനീങ്ങളുടെ റൂഹ്, അവരുടെ ആത്മാവ് മിൻ ത്വായിരി ഫീ ശജറിൽ ജന്നത്തി, അതുണ്ടാകുക സ്വർഗത്തിലെ മരത്തിലുള്ള കിളികളിലായിരിക്കും അതുണ്ടാകുക. ഹത്താ യബ്അസുഹു അല്ലാഹു അസ്സ വജല്ല, അല്ലാഹു അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നത് വരേക്കും. ഇലാ ജസദിഹി യൗമൽ ഖിയാമ, അവന്റെ ശരീരത്തിലേക്ക്, അവന്റെ ശരീരത്തോട് കൂടി അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കണം. അന്നാണ് പിന്നെ ആ നസ്മത്ത് ആ ശരീരത്തിലേക്ക് വീണ്ടും എന്താക്കുക, തിരിച്ചു വരിക. അതായത് അവന്റെ സ്വർഗീയ ആരാമത്തിൽ അവൻ ഉല്ലസിച്ചു കൊണ്ടിരിക്കുകയാണ്. അതാണ് അവന് സ്വർഗത്തിന്റെ വാതിൽ തുറന്നു കൊടുക്കാൻ പറഞ്ഞതൊക്കെ ഖബറിൽ വെച്ചിട്ട്. പിന്നീട് അവന്റെ ആ ഭൗതിക ശരീരത്തിലേക്ക് അതുപോലെ ആ ശരീരത്തെ ചലിപ്പിക്കുന്ന രൂപത്തിൽ തിരിച്ചു വരിക എന്നാണ്, ബഅസിന്റെ അന്നാണ് തിരിച്ചു വരിക. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വ്യക്തമായി കൊണ്ട് പറയുകയുണ്ടായി. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ബൈനമാ റജുലുൻ വാഖിഫുൻ ബിഅറഫ ഇദ് വഖഅ അൻ റാഹിലതിഹി ഫവഖസതുഹു വഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അസ്ലുഹു ബിമാഇൻ വസിദ്രിൻ വകഫിനുഹു ഫീ സൗബൈനി വലാ തഹ്നുതുഹു വലാ തുഖമ്മിറു റഅസഹു فإنه يبعث يوم القيامة ملبيا. ഒരാള് ഹജ്ജിന്റെ സമയത്ത് അറഫയിൽ നിൽക്കുകയാണ്. അറഫയിൽ അദ്ദേഹം നിൽക്കുന്ന സമയത്താണ് അദ്ദേഹത്തിന്റെ ഒട്ടകപ്പുറത്തുനിന്ന് അദ്ദേഹം മറിഞ്ഞു. അങ്ങനെ അദ്ദേഹം മരിച്ചു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്ലുഹു ബിമാഇൻ വസിദ്ർ, അവനെ വെള്ളവും താളിയും ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ കുളിപ്പിക്കുക. വകഫിനുഹു ഫീ സൗബൈനി, അവൻ ധരിച്ചിട്ടുള്ള വസ്ത്രമുണ്ട്, 2 വസ്ത്രം. ഇഹ്റാമിൽ 2 വസ്ത്രമാണ് പുരുഷന്മാർ ധരിക്കുക, ഒരു അരയുടുപ്പും ഒരു മേൽമുണ്ടും. ആ 2 വസ്ത്രത്തിലായിക്കൊണ്ട് അവനെ നിങ്ങൾ
കഫൻ ചെയ്യുക. മാത്രവുമല്ല വലാ തുഹന്നിതൂഹു, നിങ്ങൾ അവന്റെ ശരീരത്തിൽ നിങ്ങൾ സുഗന്ധലേപനം നടത്തരുത്. വലാ തുഖമ്മിറു റഅസഹു, അവന്റെ തല നിങ്ങൾ മറക്കുകയും ചെയ്യരുത്. തല മറക്കാതെ ശരീരത്തിൽ സുഗന്ധലേപനം ചെയ്യാതെ ആ ഇഹ്റാമിന്റെ വസ്ത്രത്തിലായിക്കൊണ്ട് തന്നെ അവനോട് എന്താക്കാൻ പറഞ്ഞു? കഫൻ ചെയ്യാൻ പറഞ്ഞു. കാരണം ആൾ ഇഹ്റാമിലാണ്. പുരുഷന്മാര് ഇഹ്റാമിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ തല മറക്കാൻ പറ്റൂല. അപ്പൊ അതുകൊണ്ട് തന്നെ തല മറക്കാത്ത അവസ്ഥയിലാണ് കഫൻ ചെയ്യാൻ പറഞ്ഞത്. ഫഇന്നഹു യുബ്അസു യൗമൽ ഖിയാമത്തി മുലബ്ബിയാ, അവന്റെ പ്രത്യേകത എന്താ? ഇഹ്റാമിൽ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ഖിയാമത്ത് നാളിൽ അവൻ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക, അവൻ തൽബിയത്ത് ചെല്ലുന്നവനായി കൊണ്ടായിരിക്കും. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക്ക് ലാ ശരീക ലക. ഇത് ചൊല്ലിക്കൊണ്ടാണ് എന്താക്കുക? ഇഹ്റാമിൽ ആയി മരിച്ച മനുഷ്യൻ നാളെ ഖിയാമത്ത് നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക എന്നതാണ് അതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇതാണ് ഒന്ന്. ഇപ്പൊ ബഅസ് ഉണ്ട് എന്നുള്ളതിന് എന്തുണ്ട്? ഖുർആനിലെ ആയത്തുണ്ട്, അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളും ഉണ്ട്. ഇനി എങ്ങനെയാണ് ഇതിന്റെ രൂപം? ഈ ബഅസ് നടക്കുമ്പോ എങ്ങനെയാണ് ആൾക്കാർ വരിക എന്നുള്ളതാണ്. അവിടെ ഖബറുകളിൽ നിന്ന് അവരെന്താക്കും? ഒരു നാട്ടക്കുറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ആ നാട്ടക്കുറ്റിയിലേക്ക് എങ്ങനെയാണോ ആൾക്കാർ ഓടിയെടുക്കുക അതേപോലെ ആളുകൾ ഓടുന്നതാണ്. ഇപ്പൊ ഓട്ടമത്സരം നടക്കും അല്ലെ? ഓട്ടമത്സരം നടക്കുമ്പോ 100 മീറ്റർ ഓട്ടം, 50 മീറ്റർ ഓട്ടം എന്നൊക്കെ പറയുമ്പോ അതൊരു എൻഡിങ് പോയിന്റ് ഉണ്ട്. അത് നമ്മളെ കണ്ണിൽ അത് വെച്ചിട്ടാണ് എന്താക്കേണ്ടത്? അതിലേക്ക് നോക്കിയിട്ട് അങ്ങോട്ട് ഓടണ ഒരു ഓട്ടം. ആ നിലക്ക് ഒരു നാട്ടക്കുറ്റി മുമ്പിൽ വെച്ചിട്ട് ആ നാട്ടക്കുറ്റിയിലേക്ക് എങ്ങനെയാണ് ആളുകൾ വേഗത്തിൽ ഓടാറുള്ളത്, അതുപോലെയാണ് ആളുകൾ ഓടുക എന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ? വിശുദ്ധ ഖുർആനിൽ അല്ലാഹു അത് പറഞ്ഞും ചെയ്തല്ലോ. സൂറത്ത് യാസീനിൽ തന്നെ അല്ലാഹു പറഞ്ഞത് കാണാം. വനുഫിഖ ഫിസ്സൂരി ഫൈദാ ഹും മിനൽ അജ്ദാസി ഇലാ റബ്ബിഹിം യൻസിലൂൻ. അല്ലാഹുവിന്റെ അടുത്തേക്ക് ഓടുന്നവർ മഹ്ശറിലേക്കാണ് ഓടുന്നത്. അവന്റെ കാലുകൾ അവർക്ക് പിടിച്ചേക്കാൻ പറ്റില്ല, ഓടാണ്, കാലാണ് ഓടുന്നത്. അപ്പൊ ഈ രൂപത്തിൽ ഓടുമെന്നാണ് പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കൊണ്ട് ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസിൽ കാണാം. സുമ്മ യുനസ്സിലുല്ലാഹു മിനസ് സമാഇ മാഅ, ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശത്തു നിന്നും മഴ വർഷിപ്പിക്കും. ഫയുംബിതൂന കമാ യുംബിതുൽ ബഖൽ, ബഖല് ചീരക്കാണ് ബഖൽ എന്ന് പറയാം. ചീര മുളപ്പിക്കുന്നത് പോലെ അവൻ അവരെ മുളപ്പിക്കും. ലൈസ മിനൽ ഇൻസാനു ഇല്ലാ യുബ്ല ഇല്ലാ അളുമൻ വാഹിദൻ വഹുവ ഉജ്ബു ദംബ്. മനുഷ്യന്റെ ശരീരത്തിൽ നിന്നും ഒന്നും തന്നെ ബാക്കി ഉണ്ടാവില്ല. എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ? ഒരു ഉജ്ബു ദംബ്, വാൽക്കുറ്റി മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ. ഫമിൻഹു യുറക്കബുൽ ഖൽഖ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ നിന്നാണ് വീണ്ടും ആ മനുഷ്യന്മാരൊക്കെ സൃഷ്ടിച്ചു കൊണ്ടുവരാനാണ്. ആ വാൽക്കുറ്റിയിൽ നിന്ന് സൃഷ്ടിച്ചു കൊണ്ടുവരും. ഈ രൂപത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളെ സംവിധാനിച്ചിട്ടുള്ളത്. വലിയ പ്രയാസമുള്ള ദിവസമായിരിക്കും വന്നതാണ്. വന്നാസു യുബഅസൂന ലിയൗമിൻ അളീം ശഅ്നുഹു, ആ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന ദിവസം വലിയ പ്രയാസങ്ങളുള്ള അവസ്ഥയിലായിരിക്കും ഉണ്ടാകുക. സത്യനിഷേധികളെ സംബന്ധിച്ചിടത്തോളം അന്ന് വലിയ പ്രയാസങ്ങളായിരിക്കും. ഒരു എളുപ്പം എന്ന് പറഞ്ഞ സംഭവം അവർക്ക് ആലോചിക്കാൻ പോലും പറ്റൂല. അതുകൊണ്ടാണ് പറഞ്ഞത് അദ്ദുനിയ ജന്നത്തുൽ കാഫിർ എന്ന് പറഞ്ഞത്. ദുനിയാവിൽ എത്ര വലിയ പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ട് സത്യനിഷേധി ജീവിക്കേണ്ടി വന്നാലും
അതായത് ജീവിതത്തിൽ എന്താണ് സുഖമെന്നത് അയാൾ അറിഞ്ഞിട്ടില്ല. എന്നും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും മാത്രമേ അയാൾക്ക് അനുഭവിക്കേണ്ടിട്ടുള്ളൂ. എന്നാലും അയാള് ഖിയാമത്ത് നാളിൽ അയാൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നതോടുകൂടി അയാൾക്ക് ബോധ്യമാവുന്നതാണ് ദുനിയാവിൽ അനുഭവിച്ച് സ്വർഗ്ഗമായിരുന്നു എന്നാണ്. ദുനിയാവിൽ അനുഭവിക്കേണ്ടി വന്നത് സ്വർഗീയ ജീവിതമായിരുന്നു എന്നാണ്. അതായത് അവിടെ അനുഭവിക്കേണ്ടി വരുന്ന പ്രശ്നങ്ങളുടെ മുമ്പിൽ ഈ പ്രശ്നങ്ങളൊന്നും ഒരു പ്രശ്നവും ആകുകയില്ല എന്ന് അവന് ബോധ്യവും. അതാണ് പറഞ്ഞത് അദ്ദുനിയ ജന്നത്തുൽ കാഫിർ. സത്യനിഷേധികളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിനെ അവർക്ക് സംവിധാനിച്ചു കൊടുത്തിട്ടുണ്ട്. ഇവിടെ അവർക്ക് അനുഗ്രഹങ്ങൾ ഒന്നിനു പിറകെ ഒന്നായിക്കൊണ്ട് കിട്ടുന്നത് അവർ ഇവിടെ ചെയ്ത സുഹൃതങ്ങൾക്കുള്ള പ്രതിഫലമായിട്ട് തന്നെ കൊടുക്കും. ആരോടൊന്നും അക്രമം കാണിക്കില്ല. അതുകൊണ്ടാണ് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള സഹാബിമാരും മറ്റൊക്കെ ഭയപ്പെട്ടത്. വീട്ടില് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് മൃദുവായ അഥവാ തകിടില്ലാത്ത ഗോതമ്പ് മാവ് കൊണ്ടുണ്ടാക്കിയ കുബൂസും അതിക്കൊരു കൂട്ടാനും കൂടെ വെണ്ണ കൂടി കൊണ്ടേ കൊടുത്തപ്പോ കരഞ്ഞത്, എന്റെ റസൂല് ജീവിതത്തിൽ ഒരിക്കൽ പോലും തകിടില്ലാത്ത ഗോതമ്പ് പത്തിരി തിന്നിട്ടില്ല. അവിടുന്ന് തന്നെ ഒരു കൂട്ടാൻ ഉണ്ടായിരുന്നില്ല. പടച്ചോൻ എനിക്ക് എല്ലാ സുഹൃത്തും കൂടി എനിക്ക് തരികയാണോ എന്നാണ്. ഞാൻ ചെയ്ത അമലിനൊക്കെയുള്ള കൂലി അല്ലാഹ് ദുനിയാവിൽ വെച്ചിട്ട് തരാൻ തീരുമാനിച്ചിട്ടുണ്ടോ എന്നാണ്. എന്തോ ഒരു കറിന്റെ കൂട്ടത്തില് കുറച്ച് നെയ്യിട്ടപ്പോഴാണ് പറഞ്ഞത്. ഞമ്മക്കാണെങ്കിലോ 2 തരം ഫ്രൂട്ട്സ് എന്തായാലും വേണം നോമ്പറക്കാൻ. ഒരു പൊരിക്കടി എന്തായാലും നിർബന്ധമാണ്. പിന്നെ വെള്ളം കലക്കാത്ത ഇല്ലാത്ത ഏർപ്പാടില്ല. പിന്നെ തരി വേറെ വേണം. പിന്നെ അതിന് പറഞ്ഞ വേറെ എന്തെങ്കിലും വെള്ളം എന്തെങ്കിലും അത് വേണം. പിന്നെ ഈത്തപ്പഴം എന്തായാലും നിർബന്ധമാണ്. പച്ചവെള്ളം പിന്നെ സുന്നത്താണ്. ഇതും കഴിഞ്ഞിട്ട് പിന്നെ വ്യത്യസ്തങ്ങളായ വിഭവ സമൃദ്ധമായ നോമ്പ് തുറയൊക്കെ ഉണ്ടാവും. ബേജാറാണ്. പഠിച്ച നമുക്ക് ഇതെല്ലാം കൂടി ഇവിടെ തന്നെ തിരിച്ചു തരണമെന്നുള്ളത്. ഇവിടുന്ന് തിരിച്ചു തന്നു കഴിഞ്ഞാൽ പിന്നെന്തുണ്ടാവില്ല, പരലോകത്തൊന്നും ഉണ്ടാവില്ല. അനക്കുള്ളൊക്കെ തന്നെന്ന് പറയും. വേണ്ടെന്നല്ല പറഞ്ഞത്. പക്ഷെ സഹാബത്തൊക്കെ അതിനെ ഭയപ്പെട്ടിരുന്നു. ശരിയാണ്, അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ നമുക്ക് ആസ്വദിക്കാനും പറയാനൊക്കെ ഉള്ളത് തന്നെയാണ്. പക്ഷേ അത് ദൂർത്തായി മാറരുത് എന്നുള്ളതാണ്. പക്ഷെ അവര് ഇതിനെപ്പോലും എന്താക്കിയിട്ടുണ്ട്, വലിയ വേദനയോടുകൂടി പേടിയോടുകൂടി എന്താക്കിയതാണ്, കണ്ടതാണ്. അപ്പോ ഈ രൂപത്തിൽ അന്നത്തെ ദിവസം അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആനിലെ സൂറത്ത് മുസമ്മിലൂടെ നമുക്ക് ഓതി കേൾപ്പിച്ചു. ഫകൈഫ തത്തഖൂന ഇൻ കഫർതും യൗമൻ യജ്അലുൽ വിൽദാന ശീബാ. യൗമൻ, ആ ദിവസത്തിന്റെ പ്രത്യേകത പറയാം. യൗമൻ യജ്അലുൽ വിൽദാന ശീബാ, കുട്ടികളുടെ തലകൾ പോലും നിരക്കുന്ന ദിവസമാണെന്ന്. സാധാരണ വയസ്സാകുമ്പോഴാണ് തല നിരക്കുക, തലമുടിയൊക്കെ നിരക്കുക. കുട്ടികളുടെ തല നിരക്കണം എന്നുണ്ടെങ്കിൽ അവർക്ക് വരെ അന്ന് അത്ര വലിയ പേടി ഉണ്ടാവുന്നതാണ്. ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു കഥയില്ലാത്ത മനുഷ്യന്മാരാണ്. നോക്കിയേ, ആരും പേടി ഉണ്ടാവില്ല, ഒന്നും പേടി ഉണ്ടാവില്ല. അങ്ങനെ എന്താക്കും, നടക്കും. ആ കുട്ടികളുടെ തല പോലും പേടി കാരണത്താൽ നിരക്കുന്ന ദിവസമാണ് അന്ന് എന്നാണ് പറഞ്ഞത്. അന്ന് ആകാശം പൊട്ടിപ്പുളരും. അതുപോലെ തന്നെ സൂര്യന് ഗ്രഹണം ബാധിക്കും. നക്ഷത്രങ്ങൾ ഉതിർന്നു വീഴും. അതുപോലെ തന്നെ പരസ്പരം അവ കൂട്ടിയിടിക്കും. പർവ്വതങ്ങളെ മണൽത്തരികളാക്കി മാറ്റപ്പെടുന്ന സാഹചര്യം ഉണ്ടാവും. കടലുകൾ നിന്ന് കത്തും. ഇതൊക്കെ ആ ദിവസത്തിന്റെ പ്രത്യേകതയിൽ പറഞ്ഞാണ്. അത് സഹീഹാണ്. ഇത് ബഅസില വരുന്നത്.
ഇത് രണ്ടാമത്തെ ഊത്തിലാണ്. ആ ഉയർത്തെഴുന്നേൽപ്പിന്റെ സാഹചര്യത്തിൽ ഉണ്ടാകുന്ന അവസ്ഥകളെ കുറിച്ച് പണ്ഡിതന്മാര് പറഞ്ഞെടുത്താണ് അതിനൊക്കെ എണ്ണിയിട്ടുള്ളത്. അല്ലാഹു അഅലം. ഇപ്പൊ നമുക്ക് എന്താക്കാൻ പറ്റൂല, അത് എപ്പോഴാ സംഭവിക്കാതൊന്നും പറയാൻ പറ്റൂല. ഇതിൽ എന്താണോ മുഹദ്ദിസീങ്ങളും മുഫസ്സിരീങ്ങളും പറഞ്ഞത് അത് അവര് തെളിവിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞത് നമുക്ക് പറയാൻ പറ്റുന്നല്ലാതെ മറ്റൊന്നും ഇതിൽ നമുക്ക് എന്താ കഴിയില്ല, പറയാൻ കഴിയില്ല. എന്തായിരുന്നാലും ഇതൊക്കെ സംഭവിക്കാനുള്ളതാണ്. ഇതൊക്കെ എല്ലാ മനുഷ്യന്മാരും അനുഭവിക്കാനുള്ളതാണ്. ഇത് അനുഭവിക്കാതെ ഒരാളും ഉണ്ടാവില്ല. അപ്പൊ അങ്ങനത്തെ അവസ്ഥ. പണ്ടൊക്കെ കടല് കത്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആൾക്കാർക്ക് അത്ഭുതം. പക്ഷെ ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം കടല് കത്താന്ന് ഒരു അത്ഭുതമല്ല. കാരണം വെള്ളത്തിന്റെ ഘടന H2O എന്ന് നമ്മൾ പഠിച്ചതാണ്. ഒന്ന് സ്വന്തം കത്തണ സാധനമാണ്, രണ്ടാമത്തത് കത്താൻ വേണ്ടി സഹായിക്കണ സാധനമാണ്. ഇത് രണ്ടും കൂടി കൂടിയപ്പോ അള്ളാഹു വെള്ളം ഉണ്ടാക്കി കത്തണിനെ കെടുത്താൻ. അതിന്റെ ഘടന മാറ്റം സംഭവിച്ചു കഴിഞ്ഞാൽ വീണ്ടും എന്താക്കും, അത് നിന്ന് കത്തും. ഇതൊന്നും ഒരു വിഷയമുള്ള കേസല്ല. അപ്പൊ ഇങ്ങനെയൊക്കെ നടക്കും. ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടക്കുമെന്നതിനെ ആരെങ്കിലും നിഷേധിച്ചു കഴിഞ്ഞാൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്താണ്. അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്താണ്. അതുകൊണ്ട് തന്നെ അവനെ ഒരു മുസ്ലിമായി കൊണ്ട് പരിഗണിക്കുവാൻ പോലും ഈ വിഷയത്തിൽ പറ്റുകയില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ബഅസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ തിരിച്ചറിയണം. പിന്നീട് രണ്ടാമത്തത് ഹശ്റാണ്. മഹ്ശറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞല്ലോ, വയഹ്ശറുഹും യൗമൽ ഖിയാമത്തി അലാ വുജൂഹിഹിം ഉമ്യൻ വബുക്മൻ വസുമ്മാ മഅവാഹും ജഹന്നം കുല്ലമാ ഖബത് സിദ്നാഹും സഈറാ. വനഹ്ശറുഹും, അതായത് സത്യനിഷേധികളെ ഒരുമിച്ച് കൂട്ടുന്നതുമായി ബന്ധപ്പെട്ട് പറഞ്ഞാണ്. വനഹ്ശറുഹും യൗമൽ ഖിയാമത്തി അലാ വുജൂഹിഹിം ഉമ്യൻ വബുക്മൻ വസുമ്മാ. അവിടെ മുഖത്ത് അവർ ഒരുമിച്ച് കൂട്ടുന്നതാണ്. ആ സമയത്ത് അവരുടെ പ്രത്യേകത എന്താണ്? ഉമ്യാണ്, കണ്ണ് കാണാത്തവരാണ്. സംസാരിക്കാൻ കഴിയാത്തവരായിരിക്കും. അതുപോലെ തന്നെ അവര് കാത് കേൾക്കാത്ത ചെകിടന്മാരായിക്കൊണ്ടൊക്കെയാണ് അവർ ഒരുമിച്ച് കൂട്ടുക. വിശ്വാസികളെ കുറിച്ച് പറഞ്ഞപ്പോ പറഞ്ഞു, വയൗമ നഹ്ശുറുൽ മുത്തഖീന ഇലർ റഹ്മാനി വഫ്ദാ. ഈ വഫ്ദ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് സാർത്ഥവാഹക സംഘത്തിനൊക്കെയാണ് പറയാ. മുഅ്മിനീങ്ങളായ ആളുകൾ അള്ളാന്റെ അടുത്തേക്ക് വലിയ സംഘങ്ങളായിക്കൊണ്ടാണ് ഒരുമിച്ച് കൂട്ടുക. ഇങ്ങനെ ഇതല്ലാത്തതുമായിട്ടുള്ള ആയത്തുകളൊക്കെ വിശുദ്ധ ഖുർആനിൽ വന്നിട്ട് വഇദൽ വുഹൂഷു ഹുശ്റത് എന്ന് സൂറത്ത് തക്വീറിൽ വന്നതൊക്കെ ഇതുമായി ബന്ധപ്പെട്ടാണ്. ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്നും ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണല്ലോ, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തുഹ്ശറൂന ഉഫാതൻ ഉറാതൻ ഉർലാ. തുഹ്ശറൂന, ജനങ്ങൾ ഒരുമിച്ച് കൂട്ടപ്പെടും, ഹുഫാതൻ, ചെരുപ്പ് ധരിക്കാത്തവരായിക്കൊണ്ട്, ഉറാതൻ, നഗ്നരായിക്കൊണ്ടും, ഉർലാ, ചേലാകർമ്മം ചെയ്യാത്തവരായിക്കൊണ്ടും. അപ്പൊ ആയിഷ ബീവി ചോദിച്ചു, യാ റസൂലല്ലാഹ് അർ-റിജാലു വൻ-നിസാ യൻളുറു ബഅദുഹും ഇലാ ബഅദ്. സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ ഇപ്രകാരം ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവർ പരസ്പരം നോക്കുകയില്ലേ? ഫഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ അംറു അശദ്ദു മിൻ അൻ യുഹിമ്മഹും ദാക്. അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുക്കണ രൂപത്തിലുള്ളതല്ല അന്നത്തെ ദിവസം. അതിനേക്കാളും ഗൗരവമുള്ള ദിവസമാണ്. മറ്റുള്ളവന്റെ നഗ്നത കാണാനും ആസ്വദിക്കാനൊക്കെ എപ്പോഴാ തോന്നാച്ച പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാത്ത നേരത്താണ്. അന്ന് അങ്ങനത്തെ ദിവസമല്ല. ആ ചിന്തയായിട്ടുള്ള നടക്കുന്ന അവസ്ഥ അല്ല ഉണ്ടാകുക. അതിന് അങ്ങനത്തെ ലൈംഗിക ചിന്തകളൊന്നും മനുഷ്യന്റെ തലയിലൊന്നും ഉണ്ടാവൂല എന്നാണ്. അത്രയും ബേജാറോടുകൂടി ഓടിപ്പാടി നടക്കുന്ന ദിവസമാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം, ഖാല ഖാമ ഫീനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖതീബൻ ബിമൗഇളത്തിൻ
ഒരു ഉപദേശകനായി കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങളുടെ മുമ്പിൽ ഖുതുബ പറഞ്ഞു. നബി പറയുകയാണ്, യാ അയ്യുഹന്നാസ്, ജനങ്ങളെ, ഇന്നകും മഹ്ശൂറൂന ഇലല്ലാഹി ഹുഫാതൻ ഉറാതൻ ഉർലാ, നിങ്ങൾ അല്ലാഹുവിലേക്ക് നഗ്നരായിക്കൊണ്ട്, ചേലാകർമ്മം ചെയ്യാത്തവരായിക്കൊണ്ട്, ചെരുപ്പ് ധരിക്കാത്തവരായിക്കൊണ്ട് ഒരുമിച്ച് കൂട്ടപ്പെടുന്നവരാണ്. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ ഓതുകയാണ്, കമാ ബദഇനാ അവ്വല ഖൽഖിൻ നുഈദു വഅദനാ അലൈനാ ഇന്നാ കുന്നാ ഫാഇലീൻ. എങ്ങനെയാണോ നിങ്ങളെ തുടക്കത്തിൽ പഠിച്ചത് അതേപോലെ ഇത് ആ രൂപത്തിൽ തന്നെ നിങ്ങളെ മടക്കും. അത് നമ്മുടെ കരാറാകുന്നു, നമ്മളത് ചെയ്യുക തന്നെ ചെയ്യും. അല്ലാഹുവിന്റെ റസൂൽ ഇത് പറയാം. എന്നിട്ട് പറയാ, അലാ അറിയുക, വ ഇന്ന അവ്വലൽ ഖലായിഖ് യുക്സാ യൗമൽ ഖിയാമത്തി ഇബ്രാഹിം അലൈഹിസ്സലാം, ഖിയാമത്ത് നാളിൽ ആദ്യമായി കൊണ്ട് വസ്ത്രം ധരിപ്പിക്കപ്പെടുന്ന വ്യക്തി ഇബ്രാഹിം അലൈഹിസ്സലാം ആയിരിക്കും. ഇങ്ങനെ ഒരുമിച്ച് കൂട്ടപ്പെടുമെന്നാണ് പറഞ്ഞത്. ആ മഹ്ശറിൽ വെച്ചിട്ടാണ് പിന്നീട് ബാക്കി കാര്യങ്ങളൊക്കെ എന്താക്കുന്നത്, നടക്കുന്നത്. അപ്പോ എവിടെയാണ് അത് ഒരുമിച്ച് കൂട്ടുക? അർളിൽ മഹ്ശർ എവിടെയാണ്? ഇതിലൊക്കെ അഭിപ്രായങ്ങൾ പലതും പണ്ഡിതന്മാർ പറഞ്ഞു. അതില് അല്ലാഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത്, യൗമ തുബദ്ദലുൽ അർളു ഗൈറൽ അർളി വസ്സമാവാത് വബറസൂ ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ. അന്നേ ദിവസം ആകാശങ്ങളും ഭൂമിയൊക്കെ നിലവിലുള്ള അവസ്ഥയിൽ നിന്നും ആകെ മാറ്റിയിട്ടുണ്ടാവും. അവ ഏതാണ്? അത് ആ രംഗത്ത് വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങളാണ് അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ പറഞ്ഞത്. ഒന്നാമത്തെ അഭിപ്രായം, നിലവിലുള്ള ഈ ഭൂമിയെ പരിപൂർണമായും ഇല്ലാതെയാക്കി ഒരു പുതിയ ഭൂമി, മഹ്ശറക്ക് വേണ്ടി ഒരു പുതിയ ഭൂമി അല്ലാഹു സംവിധാനിക്കും. ഈ അഭിപ്രായം പറഞ്ഞതിൽ ഒരാള് മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ആണ്. അതുപോലെ തന്നെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനും ഈ അഭിപ്രായമാണ് ഉള്ളത്. ഇമാം മുജാഹിദ് റഹിമഹുല്ലാഹ് ഈ അഭിപ്രായത്തെയാണ് പിന്തുണച്ചിട്ടുള്ളത്. ഇമാം തൊബരി റഹിമഹുല്ലാഹ് ഈ അഭിപ്രായമാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഇതേ അഭിപ്രായം തന്നെയാണ് ഇമാം ഖുർത്തുബി അഭിപ്രായപ്പെട്ടതും. ഇബ്നു മസ്ഊദ് പറയുന്നത് കാണാം, തുബദ്ദലുൽ അർളു അർളൻ കഅന്നഹാ ഫിദ്ദ ലം യസ്ഫുക് ഫീഹാ ദമുൻ ഹറാം വലം യഅമൽ അലൈഹാ ഖതീആ. ഒരു വെള്ളിയെ പോലെയുള്ള നിറത്തിലുള്ള ഭൂമിയെക്കാരൻ ഉണ്ടാക്കാന്നാണ്. ആ ഭൂമിയിൽ ഒരു രക്തവും ചിന്തിയിട്ടുണ്ടാവുകയില്ല, ആ ഭൂമുഖത്ത് വെച്ച് ഒരു ഹറാമും ചെയ്തിട്ടും ഉണ്ടാവുകയില്ല. അങ്ങനത്തെ ഒരു ഭൂമിയെ അള്ളാഹു സംവിധാനിക്കും എന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായിക്കൊണ്ട് ഇമാം തൊബരി റഹിമഹുല്ലാഹ് തന്റെ തഫ്സീറിലും ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാഹ് തന്റെ ഫത്ഹുൽ ബാരിയിലൊക്കെ ഉദ്ധരിക്കുന്നത് കാണാൻ കഴിയും. അതിനുള്ള തെളിവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സഹൽ ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, യുഹ്ശറുൻ നാസു യൗമൽ ഖിയാമ അലാ അർളിൻ ബൈദാ ഉഫ്റ. ഒരു വെള്ള നിറത്തിലുള്ള ഭൂമിയിലാണെന്ന് ആളുകൾ ഒരുമിച്ച് കൂട്ടപ്പെടുക എന്ന് പറയുന്ന ഒരു ഹദീസ്. അവിടെ ലൈസ ഫീഹാ മഅലമുൻ ലിഅഹദിൻ, ഒരാൾക്കും തന്റേത് എന്ന് പറയാൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരു അടയാളം ഉണ്ടാവില്ല ആ ഭൂമിയിൽ നിന്നാണ്. അപ്പൊ നമ്മക്കെല്ലാവർക്കും എന്തുണ്ട്, നമ്മളത് എന്ന് പറയാൻ പറ്റിയ കുറെ അടയാളങ്ങൾ ഉണ്ടാവും നമ്മളെ പറമ്പിന്റെ ചുറ്റോടിട്ടും. എന്നിട്ട് അതിന്റെ അങ്ങേപ്പുറത്തുള്ള ഇൻ്റെത്, അതിന്റെ അങ്ങേപ്പുറത്തുള്ളത് ഓൻ്റെത്, മറ്റോൻ്റെത്, പെൻ്റെത് എന്നൊക്കെ പറഞ്ഞിട്ട് എന്താക്കും, ഓരോ അടയാളങ്ങളുണ്ട്. ആ അടയാളത്തിന്റെ അങ്ങേപ്പുറത്ത് വേങ്ങര പഞ്ചായത്ത്, ഇങ്ങേപ്പുറത്ത് ഊരകം, മറ്റോടത്ത് എന്താണ് മറ്റേ മുനിസിപ്പാലിറ്റി എന്നൊക്കെ പറഞ്ഞാണ് എന്താക്കും നമ്മൾ പറയും. അങ്ങനത്തെ അവസ്ഥകൾ അന്ന് ഉണ്ടാവുകയില്ല എന്നതാണ്. രണ്ടാമത്തെ അഭിപ്രായം എന്നുള്ളത്, നിലവിലെ ഈ ഭൂമിയുടെ അവസ്ഥകൾ മാറ്റാട് ചെയ്യുക. ഇപ്പത്തെ അവസ്ഥ എന്താ വെച്ചാൽ 24 മണിക്കൂറിന്റെ ഉള്ളിൽ രാവും പകലും ആവണ അവസ്ഥയാണ്. കുണ്ടും കുഴിയും കുന്നും മലയും
ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഭൂമിയാണ്. ഈ അവസ്ഥക്കട് മാറ്റിയിട്ട് അങ്ങനെ 24 മണിക്കൂറോളം ഉണ്ടാവില്ല, രാവും പകലുണ്ടാവില്ല, കുന്നും മലയും ഉണ്ടാവില്ല, അതുപോലെ തന്നെ കുണ്ടും കുഴിയും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. പരന്നു കിടക്കുന്ന ഒരു അവസ്ഥയിലേക്ക് അതിനെ മാറ്റുന്നതാണ്. ഈ അഭിപ്രായമാണ് സഹാബിമാരുടെ കൂട്ടത്തിൽ നിന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ അഭിപ്രായം, അതുപോലെ തന്നെ അബ്ദുല്ലാഹി ഇബ്നു അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹുവിന്റെ ഒക്കെ അഭിപ്രായം അതാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് തെളിവായിക്കൊണ്ട് അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു ഹദീസ്, ഇദാ കാന യൗമുൽ ഖിയാമത്തി മദ്ദത്തിൽ അർളു മദ്ദൽ അദീം, ഈ ഭൂമിയെ സുദീർഘമായ രൂപത്തിൽ പരത്തും, അറ്റമില്ലാത്ത രൂപത്തിൽ ഈ ഭൂമിയെ പരത്തുമെന്നാണ്. വഹശറല്ലാഹുൽ ഖലായിഖ അൽ ഇൻസാന വൽ ജിൻ വദ്ദവാബ് വൽ വുഹൂഷ്, എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ മനുഷ്യന്മാരെയും ജിന്നുകളെയും അതുപോലെ തന്നെ മറ്റു ജീവജാലങ്ങളെയും കാട്ടുമൃഗങ്ങളെയും ഒക്കെ എന്താക്കും, അവിടെ ഒരുമിച്ച് കൂട്ടുമെന്ന് ഇമാം ഹാക്കിം തന്റെ മുസ്തദ്റക്കിൽ പറഞ്ഞിട്ടുള്ള ഒരു ഹദീസ് ഉണ്ട്. ആ ഹദീസാണ് അതിനുള്ള തെളിവായി കൊണ്ട് പറയാറുള്ളത്. ഏതായിരുന്നാലും ഈ ഒരു അവസ്ഥയിലുള്ള നിലവിലുള്ള അവസ്ഥയിലുള്ള ഭൂമി ആയിരിക്കില്ല അന്ന് എന്നത് നമ്മൾ എന്താക്കുക, മനസ്സിലാക്കുക. ഇൻഷാ അല്ലാഹ് തൽക്കാലം ഇന്നത്തത് അവസാനിപ്പിക്കുകയാണ്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ബാക്കി കാര്യങ്ങളിലേക്കുള്ള സൂചനകൾ നൽകാം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വിധിവിലക്കുകൾ തിരിച്ചറിഞ്ഞ് കൃത്യമായി ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകളും അല്ലാഹു പുറത്തു മാഫാക്കി തരുമാറാകട്ടെ. നാളെ പിറ്റേന്ന് വരാനിരിക്കുന്ന മഹ്ശറയിൽ വലത് കൈ കൊണ്ട് കർമ്മഫലങ്ങൾ വാങ്ങുന്ന, സിറാത്തിലൂടെ കണ്ണിമ വെട്ടുന്ന വേഗതയിലൂടെ കടന്നു പോകുന്ന, സ്വർഗത്തിൽ പ്രവേശിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ നമ്മെയും നമ്മുടെ കുടുംബക്കാരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وارحمنا وارحم والدينا كما ربونا صغارا آمين برحمتك يا أرحم الراحمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك وصلى الله على محمد. السلام عليكم ورحمة الله وبركاته.